السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ റമദാനിനെ കാണാൻ, ഈ പരിശുദ്ധ റമദാനിനെ നുകരുവാൻ, അതിൽ സജീവമായി നിലകൊള്ളുവാൻ സാധിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഈ പള്ളിയിൽ വേണ്ടവരായിരുന്നു നമുക്കൊക്കെ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റമദാനിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം പള്ളിയിൽ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു അണുകിട വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ, എന്നാൽ പാരസ്പര്യ ബന്ധങ്ങളിൽ എല്ലാവിധ മികവും പുലർത്തിക്കൊണ്ടുള്ള ഒരു സമീപനവും നമ്മുടെ ഈ നാട്ടിൽ ഈ ആദർശത്തെ പടുത്തുയർത്താൻ പ്രയത്നിച്ച പണ്ഡിതന്മാരായ, കടന്നുപോയ, മൺമറഞ്ഞുപോയ പ്രഗത്ഭരായ എല്ലാവരും തന്നെ ദീനിന്റെ കാര്യത്തിലും വിശ്വാസത്തിന്റെ കാര്യത്തിലും തൗഹീദിന്റെ കാര്യത്തിലും എന്തൊന്ന് ഈ കേരളക്കരയിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയോ അതുപോലെ തന്നെ താൽക്കാലികമായ സൗകര്യത്തിന് വേണ്ടിയിട്ടോ എതിർപ്പിന് വേണ്ടിയിട്ടോ പോലും ഒരൽപ്പം പോലും തിരുത്താതെ നമ്മൾ മുമ്പും ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഒളിപ്പിച്ചു വെക്കേണ്ടതില്ലാത്ത വിധം, ആ ഗതികേട് വരാത്ത വിധം മഹത്തായ ഒരു ആദർശത്തെ നെഞ്ചേറ്റിയ ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആളുകളുടെ പരിഹാസവും നമുക്കെതിരെയുള്ള പോർവിളികളും ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും വിഷമിക്കുന്ന ആളുകളായിരിക്കും നമ്മളെല്ലാവരും. അവർ പറയുന്ന വിഷയത്തിൽ കൃത്യമായ ഒരു ശ്രദ്ധയോ പഠനമോ നടത്താത്തത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാവുക. ഏതായാലും പരിശുദ്ധ റമദാനിൽ നമുക്കെല്ലാവർക്കും പ്രവേശിക്കാൻ സാധിച്ചു. അള്ളാഹു അവന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ വളരെ ഊർജ്ജസ്വലമായി ഈ വരുന്ന 30 ദിനരാത്രങ്ങൾ സജീവമായി ഇബാദാത്തുകളിൽ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടാൻ, പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രധാനമായും ഇബാദത്തുകൾ സ്വീകരിക്കാൻ നമ്മുടെ വിശ്വാസം കൃത്യമാകുക എന്നതാണ്. അതിനാണ് ഞാൻ ആമുഖമായിട്ടത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുകയും
അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു പറഞ്ഞത് ഖാലിദീന ഫീഹാ ലാ യബഊന അൻഹാ ഹിബല എന്നാണ്. അവർ അതിൽ നിന്ന് വിട്ടുമാറുവാൻ ആഗ്രഹിക്കാത്ത വിധം അവിടുത്തെ സ്ഥിരവാസികളായി അവിടെ ഉണ്ടാകും. നമുക്കെല്ലാവർക്കും വേണ്ടത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന സ്വർഗം നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് എന്താണോ എത്രയാണോ തിരുത്തേണ്ടത് അത് തിരുത്താൻ നമ്മൾ തയ്യാറാകണം. സൽക്കർമ്മങ്ങളിൽ നിരതരാവുക എന്നതൊരു ഭാഗത്താണെങ്കിൽ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് അതുപോലെ തന്നെ നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് നന്മ ചെയ്താൽ തന്നെ സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചര്യകളെ പിന്തുടർന്നവർക്ക് സ്വർഗമുണ്ട്. ധിക്കാരികൾക്കുള്ളതല്ല സ്വർഗം. താന്തോന്നിത്തം നടത്തി ചട്ടമ്പികളായി നടക്കുന്ന ആളുകൾക്കുമുള്ളതല്ല സ്വർഗം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിരതരാവുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് സ്വർഗം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ കൂട്ടർക്ക്, ആ അങ്ങനെയുള്ള ആളുകൾക്ക്, അവർ പ്രവർത്തനം നന്നാക്കുന്നവരുടെ പ്രതിഫലം പാഴാക്കാതെ അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. ആ ആളുകൾക്ക് ഉലൈക ലഹും ജന്നാത്തു അദ്ലിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുദറൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുത്തഖീന ഫീഹാ അലൽ അറായിക്. ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു പറയുകയാണ്, താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അധിവാസത്തിന്റെ ആരാമങ്ങൾ, അങ്ങനെയുള്ള സ്വർഗങ്ങൾ അവർക്കുള്ളതാണ്. അവർക്ക് അവിടെ സ്വർണം കൊണ്ടുള്ള വളകൾ അണിയിക്കപ്പെടും. മിനുസമുള്ളതും പരുപരുത്തതുമായ പച്ച വസ്ത്രങ്ങൾ അവർ ധരിക്കുകയും പട്ടിൽ നിന്നുള്ള പച്ച വസ്ത്രങ്ങൾ ധരിക്കുകയും അവിടെ അലങ്കൃതമായ കട്ടിലിൽ ചാരിയിരുന്നു കൊണ്ട് അവർ ആസ്വദിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ഈ സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് നേടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നതാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്മ ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം. മൂന്നാമത്തേത്, നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കിടയിലുള്ള പോരായ്മകൾ നികത്താൻ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറുകൾ നടത്തുന്നവരാകുക എന്നതാണ്. നാലാമതായി, ചെയ്തു പോയിരിക്കുന്ന പാപക്കറകളെ മായ്ച്ചുകൊണ്ടുള്ള കഠോരമായ തിന്മകൾ ചെയ്ത നമ്മളെല്ലാവരും അള്ളാഹുവിനെ മുൻനിർത്തി അവന്റെ സ്വർഗത്തിനോടുള്ള താല്പര്യം വെച്ച് തൗബ ചെയ്യുക എന്നതാണ്. ഇസ്തിഗ്ഫാർ നടത്താൻ തിന്മ ചെയ്യണമെന്നില്ല. ഏറ്റവും കൂടുതൽ ഭൂമുഖത്ത് ഇസ്തിഗ്ഫാർ നടത്തിയതാരാ? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാൻ അയാൾ പാപം ചെയ്യണമെന്നില്ല. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. എന്നാൽ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ പോലെയല്ല. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ ഏത് പ്രായമെടുത്ത് നോക്കിയാലും, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നറിയോ, നമ്മളൊക്കെ ആളുകൾ അറിയാതെ ഒരുപാട് തിന്മ ചെയ്തവരാണ്. എല്ലാ പ്രായത്തിലും, ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വിവാഹത്തിന്റെ മുമ്പും വിവാഹത്തിന് ശേഷവും മക്കൾ ഉണ്ടാകുന്നതിന്റെ മുമ്പും മക്കൾക്ക് ശേഷവും നരബാധിച്ചതിന് ശേഷം വരെ അല്ലേ പാപം ചെയ്തവരാ നമ്മളെല്ലാവരും. പലരും അറിയാത്ത പാപങ്ങൾ അതിൽ ഒരുപാടുള്ളവരാ നമ്മളെല്ലാവരും. എന്നാൽ ആരും അറിയാത്ത നന്മകൾ നമ്മളടുത്ത് ആരടുത്തും ഉണ്ടാവില്ല എന്നുള്ളതാ സത്യം. ഉണ്ടെങ്കിലോ ആ രണ്ട് നന്മ നമ്മൾ മറന്നു പോകാറില്ല. എന്ന് പറഞ്ഞാൽ തിന്മ നിരന്തരമായിട്ട് ചെയ്ത ആളുകൾ തിന്മ മറന്നുപോകും പലതും. ആ കാര്യമൊന്നും അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. നമ്മുടെ ബാല്യത്തിൽ, നമ്മുടെ കൗമാരത്തിൽ, നമ്മുടെ യൗവനത്തിൽ. നിങ്ങൾക്കറിയോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരാളെ സ്റ്റാഫായിട്ട് നിശ്ചയിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണുന്നത്. എന്തിനെന്നറിയോ? മരണത്തെ ഓർമ്മിപ്പിക്കാൻ. മരണത്തെ ഓർമ്മിപ്പിക്കാൻ ഒരു ജീവനക്കാരനെ വെച്ചു ഖലീഫ. എന്നിട്ട് കുറെ കാലം അയാൾക്ക് അതിനുള്ള വേതനം നൽകി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, ഇനി നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല, നിങ്ങളുടെ ജോലി ഇവിടെ അവസാനിക്കുക. അദ്ദേഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് കണ്ടില്ലേ, എനിക്ക് നര വന്നിട്ടുണ്ട്, ഇനി മരണത്തെ ഓർക്കാൻ നിങ്ങൾ വേണ്ട, മരണത്തെ ഓർമ്മിപ്പിക്കാൻ ഇനി ഒരാൾ വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയൊരു മെസ്സേജാണ് നൽകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നരബാധിച്ചിട്ടും
തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അപാരമായ ശിക്ഷയായിരിക്കും പരലോകത്തുണ്ടാവുക. ചില ആളുകൾ അങ്ങനെ നിരന്തരം തിന്മയുടെ നൈരന്തര്യമായിട്ടാണ് ജീവിതം. പലതും പിടിക്കപ്പെടാത്തത് കൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. പലതും ചോദിക്കാൻ മാത്രമുള്ള ആളുകൾ കൂടെ ഉണ്ടാവില്ല. എല്ലാവരും ദുർബലന്മാരായിരിക്കും, നമ്മൾ വലിയ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നമ്മളെ ചോദ്യം ചെയ്യാൻ ആരും വന്നിട്ടുണ്ടാകില്ല. അതിന്റെ പേരിൽ ഒരുപാട് തിന്മകൾ പേറുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. ചില തിന്മകൾക്ക് നിരന്തരമായി ചെയ്യുന്നു എന്ന കാരണത്താൽ ഒരു പ്രയാസവും തോന്നിയിട്ടുണ്ടായില്ല. ചില തിന്മകൾ പബ്ലിക് അറിഞ്ഞു ഫ്ലാഷായി നമ്മൾ അപമാനിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പേരിലും വേദന ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് നിലക്കാണ് തിന്മ ചെയ്തു പോവുക. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മൻ റഹിമ റബ്ബി. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. നിശ്ചയമായും മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്ക് വീണുപോകുന്ന തരത്തിൽ അള്ളാഹ് പടച്ചിട്ടുള്ളത്. ഇല്ലാ മൻ റഹിമ റബ്ബി. അള്ളാന്റെ കാരുണ്യമൊഴികെയുള്ള മനസ്സൊഴികെ ബാക്കി എല്ലാ മനസ്സും തിന്മയിൽ വീണുപോകും. അതുകൊണ്ടാണ് റീൽസ് ഒക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല പാരായണം വരുമ്പോൾ പെട്ടെന്ന് ഒഴിവാക്കി പോകുന്നതും നല്ല ഡാൻസ് വരുമ്പോൾ ഒരു മിനിറ്റ് അവിടെ നിന്നു പോകുന്നതും അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തൗബ ചെയ്യാം. ചെയ്തിരിക്കുന്ന തിന്മകൾ ഓർത്തെടുത്ത് അള്ളാന്റെ മുന്നിൽ ഒരാളുടെയും സാമീപ്യമില്ലാതെ അള്ളാന്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ട്, പടച്ചോനെ എനിക്കിത് പുറത്തു തരണേ, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കൾ ജാഹിലിയത്തിൽ ജീവിച്ചവരായിരുന്നു. അവർ ജാഹിലിയത്തിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കട്ട പിടിച്ച കൂരിരുട്ടിൽ അള്ളിപ്പിടിച്ച ഒരു ജനതയായിരുന്നു. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർ ദുർബലരായിരുന്നു. അവർ ആരാധിക്കുന്ന കാര്യത്തിൽ അവർ അള്ളാഹ്ക്ക് പുറമെ പലരെയും ഉപയോഗിച്ചവരായിരുന്നു. വ്യഭിചാരം സാർവത്രികമായിരുന്നു അവിടെ. ഓരോരുത്തരുടെയും വീടിന്റെ പുറത്ത് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഞാൻ എന്തിനും റെഡിയാണ്, ഏതൊരു യുവാവിനും കടന്നു വരാം എന്ന് ഓരോ പെൺകൊടിമാരും വിളക്ക് വെച്ച് കത്തിച്ച് അടയാളങ്ങൾ രേഖപ്പെടുത്തി വ്യഭിചാരം സാർവത്രികമായ ഒരു ലോകത്താണ് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് വരുന്നത്. മദ്യവും മദിരാശിയും കൊലപാതകവും ഏതെങ്കിലും ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വരെ ഇപ്പുറത്തുള്ള ഗോത്രത്തിന്റെ ഈന്തപ്പനയോല അപ്പുറത്തെ ഗോത്രത്തിലെ ഒരു ഒട്ടകം കടിച്ചതിന്റെ പേരിൽ ദൈർഘ്യമേറിയ 10-15 വർഷക്കാലം തന്റെ വാൾത്തലപ്പിന്റെ അഗ്രഭാഗത്ത് രക്തത്തുള്ളികൾ ഉണങ്ങാത്ത ഒരു ദിനരാത്രവും അവർക്കുണ്ടാകാത്ത വിധം അവർ സ്ഥിരമായിട്ട് യുദ്ധത്തിലായിരുന്നു. അങ്ങനെ പരസ്പരം അവരെന്ത് ചെയ്യാണ്? പോറടിക്കുകയാണ്. അവിടെ കുറക്കണ്ട. പരസ്പരം അവർ പോറടിച്ച് ജീവിച്ച ഒരു സമൂഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂലിനെ, പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരുന്നത്. ഒരു വിഭാഗം ആളുകൾ അത് നെഞ്ചേറ്റി. പ്രായമുള്ളവരായിരുന്നു അവരിൽ ഭൂരിപക്ഷവും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, പ്രായമുള്ളവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരിൽ ഭൂരിപക്ഷവും. പ്രായമുള്ളവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചവരിൽ ഭൂരിപക്ഷവും. പ്രായമുള്ളവരായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരിൽ ഭൂരിപക്ഷവും പ്രായമുള്ളവരായിരുന്നു. നമ്മൾ ശരിക്കും ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. നമ്മളൊക്കെ വിചാരിക്കും കുട്ടികൾക്കാണ് ഖുർആൻ പഠിപ്പിക്കലും ഹാഫിദും ഹിഫ്ളിന് ചേർത്തലും. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന് തന്നെ നുബുവത്തും പരിശുദ്ധ ഖുർആനൊക്കെ കിട്ടുമ്പോൾ വയസ്സേതാ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂല് പോലും വലിയ പ്രായത്തിലാണ് പരിശുദ്ധ ഖുർആൻ ലഭിച്ചതും സ്വീകരിച്ചതും. അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സഹാബാക്കളെല്ലാം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഒരേ ഉത്തരവാദിത്തമാണ്. തിന്മ ചെയ്യുന്ന കാര്യത്തിലും ഇന്ന് നമ്മൾ ഭയപ്പെടണം. പണ്ടൊക്കെ ഇസ്തിഗ്ഫാർ നടത്തുന്ന പ്രായം എന്ന് പറഞ്ഞാൽ നരയൊക്കെ ബാധിച്ച് വയസ്സായാലാണ് ഒരു പള്ളിയിൽ ഉണ്ടാവുക. കാരണം മരിക്കുമല്ലോ എന്നുള്ള പേടിയാണ്. കുടുംബക്കാരും ഇനി ഉപ്പാവായിരിക്കും മരിക്കുക, അടുത്ത നിങ്ങളായിരിക്കും മരിക്കുക എന്ന് മുതിർന്ന കാരണവരോട് വിരൽ ചൂണ്ടി പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയില്ലേ? ഇന്ന് മരിക്കാൻ പ്രായമില്ല പ്രിയപ്പെട്ടവരെ, മരിക്കാൻ രോഗം വേണ്ട പ്രിയപ്പെട്ടവരെ. ഏതൊരാളും പെട്ടെന്ന് മരിച്ചു പോവാണ്. നമ്മൾ ആരാണെന്ന് മരണം നോക്കാറില്ല, നമ്മൾ എന്തെടുക്കുന്നു എന്ന് മരണം നോക്കാറില്ല. ഗർഭാശയത്തിലെ കുഞ്ഞ് 2-3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഗർഭാശയത്തിൽ എന്ന് പോലും മരണം നോക്കാറില്ല. കടങ്ങൾ വീട്ടാൻ ഇനിയും 2-3 കൊല്ലം പണിയെടുക്കേണ്ടി വരും അയാൾക്ക് എന്ന് മരണം നോക്കാറില്ല. അങ്ങനെ ഒരു സംഗതി മരണം നോക്കൂല കേട്ടോ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് മരണം നോക്കില്ല കേട്ടോ. രോഗിയായ ഒരു വാപ്പുണ്ട്, അയാൾക്ക് മരണം നോക്കില്ല. അത് ഒരുപാട് കാലമായിട്ട് അനസ്തേഷ്യ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഡയാലിസിസ് ചെയ്യാൻ ഉമ്മാന്റെ കൂടെ പോകുന്ന ആളാണത് എന്ന് മരണം നോക്കാറില്ല. എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ ബേക്കോട്ട് വരാം.
ആരും നോക്കില്ല, മരണം നോക്കാറില്ല. അത് നമ്മൾ എന്തെടുക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ കയ്യിലുള്ള മക്കളേതാ? ചെറിയ ചെറിയ പിഞ്ചോമനകളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കുഞ്ഞുങ്ങളെയും വെച്ച് നമ്മൾ മരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചിന്തിക്കാൻ പറ്റാത്തതാണ്. മംഗലാപുരത്ത് ഞാൻ 3 വർഷം ഖുതുബ നടത്തി. എന്നും ഖുതുബ കഴിഞ്ഞ് എന്റെ റൂമിലേക്ക് വരും ഒരാൾ, എന്നിട്ട് സലാം ചൊല്ലി, അടിപൊളി ഖുതുബയായിരുന്നു, എവിടെയാണ് നിങ്ങൾ? അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് വന്ന് സലാം തരുന്നൊരു ഹംസ എന്ന് പറഞ്ഞൊരു യുവാവ്. അദ്ദേഹം ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്താനുള്ള സൗകര്യത്തിന് തന്റെ വിദൂരത്തുള്ള വീട്ടിൽ നിന്ന് മാറി അങ്ങാടിയിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരിക്കലും വാപ്പന്റെ അടുത്ത് നിൽക്കാൻ പോയതാ. വാപ്പന്റെ അടുത്ത് നിന്നപ്പോ ചങ്ങാതിമാർ അങ്ങാടിയിൽ നിന്ന് വിളിച്ചു, ഒരു ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഹംസ, നിങ്ങളൊന്ന് വന്നു നോക്കണം എന്ന് പറഞ്ഞു. 10:30 മണിക്കാണ്. അപ്പൊ ഹംസ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഭാര്യയും 2 മക്കളും, ആ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഉറങ്ങിപ്പോയിട്ടുണ്ട് എല്ലാവരും. എഴുന്നേറ്റു. അപ്പൊ പിതാവ് പറഞ്ഞു, എന്തിനാ ഇപ്പൊ പാതിരക്ക് പോകുന്നത്? നാളെ പോയി കണ്ടാ പോരെ? അല്ല വാപ്പ, എന്റെ ചങ്ങാതിമാരെ ഞാനും വേണ്ടതായിരുന്നു, ഞാനും ഓരോ കൂടെ ഉണ്ടാകേണ്ടതായിരുന്നു, എന്നോട് വിട്ടുപോയി, എന്തായാലും ഞാൻ പോയി നോക്കണം, മോശമാണ്. അങ്ങനെ ഇറങ്ങാണ്. കുപ്പായിടുന്നപ്പോ ഈ ഹംസക്ക് തോന്നി, ഏതായാലും അങ്ങാടിയിലേക്കാണ് പോകുന്നത്, പള്ളിന്റെ അടുത്തേക്കാണ് പോകുന്നത്, അവിടെ നമ്മളെ ഫ്ലാറ്റും ഉണ്ട്, ഇനി ഏതായാലും അവിടെ എത്തിയിട്ട് ഇനി ബോർഡ് കണ്ട് പാതിരാക്ക് തിരിച്ചു വരണ്ടല്ലോ, ഏതായാലും ഈ പോക്ക് ഒന്നിച്ചങ്ങ് പോകാന്നുള്ള വാപ്പനോട് അടുത്ത് ചോദ്യ, വാപ്പേ ഞാൻ ഏതായാലും ഓളെയും മക്കളെ കൂട്ടിയിട്ട് ഒരു പോക്കങ്ങ് പോവാം, ഇനിയിപ്പോ നാളെ വീണ്ടും വരണ്ടല്ലോ, പാതിരാവുമല്ലോ. അങ്ങനെ ഉറങ്ങുന്ന ഭാര്യനെ എഴുന്നേൽപ്പിച്ചു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെയും തോളിലേറ്റിയിട്ട് മൂപ്പര് യാത്രയാവുകയാണ് അങ്ങാടിയിലേക്ക്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഷൂ ധരിക്കാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു, ചെരുപ്പ് ധരിക്കാതെ ഡ്രൈവ് ചെയ്യുന്ന. അങ്ങനെ ഈ ബോർഡ് വെച്ച സ്ഥലത്തെത്തിയപ്പോൾ ഇദ്ദേഹം വിചാരിച്ച സൈഡിലല്ല ആ ബോർഡ് വെച്ചിട്ടുള്ളത്. ഈ ഹംസക്ക പറഞ്ഞു, ഇത് നമ്മൾ എന്തായാലും കഴിക്കണം, ഇപ്പുറത്താണ് സൈറ്റ്. ചങ്ങാതിമാരൊക്കെ കെട്ടി ഫിറ്റ് ചെയ്തിട്ട് തളർന്ന് ഇങ്ങനെ റോട്ടിലിരിക്കുക. അമ്മ അത് മതിയടോ എന്നൊക്കെ പറഞ്ഞു, പറ്റൂല, നമുക്ക് കഴിക്കാം, ഞാൻ സഹായിച്ചു തരാന്ന് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. കുട്ടികളൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണും നട്ട് നോക്കുകയാണ്, എന്താ ഇവർ ചെയ്യുന്നത്. ബോർഡ് അയച്ചു. സജീവമായി ഈ ഹംസ എന്ന് പറഞ്ഞ എൻ്റെ സഹോദരൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവൻ, ബോർഡ് പിടിച്ചു, റോഡ് ക്രോസ് ചെയ്തു. ബോർഡ് ഇങ്ങനെ പൊക്കിക്കൊടുത്തതാണ്. പൊക്കിക്കൊടുക്കുന്ന സമയത്ത് ഇരുമ്പിന്റെ ഫ്രെയിമിൽ തീർത്ത ഒരു ബോർഡായിരുന്നു അത്. അത് ലൈംഗമ്പിയിൽ തട്ടിയിട്ട് ഒരു ചെറിയൊരു ശബ്ദം മാത്രം. അദ്ദേഹം അതാ റോട്ടിൽ മരിച്ചെടുക്കുക. 10:30 മണിക്ക് വീട്ടിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനാണ് 11 മണിക്ക് പ്രിയപ്പെട്ടവർ റോട്ടിൽ മയ്യത്താകുന്നത്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നിങ്ങൾ നാളെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഏത് നാട്ടിൽ വെച്ചാണ് മരണപ്പെടുക എന്നും നിങ്ങൾക്കറിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. മുഫസ്സിറുകൾ പറഞ്ഞത്, നമ്മൾ അള്ളാഹു എവിടെന്നാണോ നമ്മൾ മരിക്കുക ആ നാട്ടിൽ നമ്മൾ എത്തിക്കാനുള്ള ഒരു കാരണം പടച്ചവൻ ഉണ്ടാക്കുന്ന. കഴിഞ്ഞ റമദാനിൽ കണ്ണൂരുള്ള 2 ആളുകൾ മരിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരാളെല്ലാം റെഡിയാക്കി ഡ്രസ്സൊക്കെ വീട്ടിലെത്തിച്ച് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങുന്ന വഴിയിലാണ്. എന്നെക്കാളും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഒരു വലിയ മനുഷ്യൻ മരിച്ചത്. അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ഒരാൾ റമദാനിൽ നോമ്പും പെരുന്നാളും ആഘോഷിക്കാൻ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നിങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കുടുംബം ഒന്നായി ഒരു ആക്സിഡന്റിൽ പെടുന്നത്. എത്രയും പെട്ടെന്ന മരണത്തിന് നിങ്ങൾക്കറിയില്ലേ? കഴിഞ്ഞ ഹജ്ജിന് എൻ്റെ കൂടെ പഠിച്ച ഹബീബ് സ്വലായിയുടെയും എൻ്റെയും കൂടെയൊക്കെ പഠിച്ച ഒരു അനസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ വാപ്പനെ കഴിഞ്ഞ ഹജ്ജിന് കാണാനില്ല. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. 30 ദിവസത്തോളം അയാളെ കാണാതായി. അങ്ങനെ അനസിന്റെ 2 സഹോദരൻ, ഞാനിങ്ങനെ നാച്ചുറലായിട്ട് പറയുന്നതിനറിയോ, നമുക്ക് കുറച്ച് കൊള്ളണമെങ്കിൽ ഇതൊക്കെ വേണം. അങ്ങനെ അനസിന്റെ 2 സഹോദരങ്ങൾ കുവൈത്തിൽ നിന്ന് വരികയാണ് ഹജ്ജിന്റെ സമയത്ത്. പ്ലാൻ എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ ഹജ്ജിന് പങ്കെടുക്കുക, എന്നിട്ട് ഒരാൾ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ നാട്ടിലേക്കും ഒരാൾ തിരിച്ച് കുവൈത്തിലേക്കും. അതാണ് പ്ലാൻ. അങ്ങനെ അവര് ഹജ്ജിനെത്തി വെക്കുമ്പോൾ എന്താ കാണുന്നത്? വാപ്പനെ കാണുന്നില്ല. കഞ്ഞിയുടെ അരി വാങ്ങാനോ കഞ്ഞി വാങ്ങാനോ പോയതാ, പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മോൻ ഹജ്ജ് അവിടെ തീർന്നു, ഒരു മോൻ ഉമ്മനെയും കൊണ്ട് വന്നു, ഒരു മോൻ അവിടെ ഒരാഴ്ച നിന്ന് വാപ്പനെ തെരഞ്ഞു കിട്ടിയില്ല, അവൻ കുവൈത്തിലേക്ക് പോയി. വീണ്ടും വരികയാണ് അനസിന്റെ ഇക്കാക്ക. ഒരാഴ്ച വീണ്ടും പണിയെടുത്തു, വാപ്പനെ കാണുന്നില്ല. ഉമ്മ നാട്ടിലെത്തി. എന്തായാലും ഉമ്മ നല്ല വിശ്വാസിയായ തഖ്വയുള്ള സ്ത്രീയായിരുന്നു. ഉമ്മാനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം, കിട്ടുമായിരിക്കും. അങ്ങനെ 2 തവണ കുവൈത്തിൽ നിന്ന് അവൻ മനുഷ്യൻ വന്നു, അനസിന്റെ ഇക്കാക്ക. 3ാമത്തെ തവണ ഉമ്മനെ വിളിച്ച്, ഉമ്മക്ക് ബേജാറ് കൂടി, ഉമ്മ പേടിക്കണ്ട, വാപ്പനെ നമ്മൾ കണ്ടെത്തും. ഇനി ഇതുവരെ കമ്പനിയുടെ പ്രോസസിംഗ് കാരണത്താൽ എനിക്ക് സ്ഥിരമായി അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ദൈർഘ്യമേറിയ ഒരു ലീവ് എടുത്തിട്ടാണ് ഞാൻ സൗദിയിലേക്ക് പോകുന്നത്. വാപ്പനെ ഞാൻ കണ്ടുപിടിക്കും, മയ്യത്തായാൽ പോലും വാപ്പ നമുക്ക് കിട്ടണം. ഇത് കൺഫർമേഷൻ വേണമല്ലോ. ഇങ്ങനെ അനസിന്റെ ഇക്കാക്ക വരികയാണ്. അപ്പോൾ മക്കയുടെ പ്രവിശ്യയിൽ നിന്ന് പുറത്തുള്ള ഒരു മഹലിൽ പുറത്തുള്ള ഒരു അജ്നബിയുടെ മയ്യത്തുണ്ട് എന്ന മെസ്സേജ് വന്നു. ചെന്ന് നോക്കിയപ്പോൾ വാപ്പയാണ്. അങ്ങനെ വാപ്പനെ ഈ അനസിന്റെ ഇക്കാക്ക എന്ത് ചെയ്തു? ജനാസ സംസ്കരിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. രാവിലെ ജനാസ സംസ്കരിച്ച് ഉമ്മാനെ വിളിച്ചിട്ട്, ഉമ്മ വാപ്പന്റെ മയ്യത്തൊക്കെ അടക്കി, അൽഹംദുലില്ലാഹ് ഞാനിനി കുവൈത്തിലേക്ക് പോവാണ്,
എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന യാത്രയിൽ ഈ അനസിന്റെ ഇക്കാക്ക മരണപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു വാപ്പനെ തെരഞ്ഞു വന്നതാണ്. വാപ്പ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടും വീട്ടുകാർക്ക് സന്തോഷമായിരുന്നു അത്രേ, വാപ്പനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് മരിച്ചതാണ്, അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ എന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് വാപ്പനെ തെരയാൻ 3ാമത്തെ തവണ വന്ന മകന് മരണം വെച്ചിരിക്കുന്നത്. അപ്പോഴ ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, മരണം അറിയില്ല നമുക്ക് എങ്ങനെയാ വരിക. ആ സമയത്ത് എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ എന്ത് ഡേറ്റ് കൊടുത്ത് നിശ്ചയിച്ചു വെച്ച എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മരണം അതൊന്നും നോക്കില്ല. മരണം ഒന്ന് നോക്കും, ഇവൻ മുഅ്മിനാണോ എന്ന് നോക്കും, ഇവന് തഖ്വയുള്ളവനാണോ എന്ന് നോക്കും. മരണം അവൻ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവനൊരു ബേജാറും ഉണ്ടാവില്ല. മരണം മറ്റൊന്ന് നോക്കും, ഇവൻ വൃത്തികെട്ടവനാണോ, ഇവൻ സൂക്ഷ്മതയില്ലാതെ ജീവിച്ചവനാണോ, ഇവൻ ഒരുപാട് തിന്മകൾ. നിങ്ങൾ ആലോചിക്കണം, നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാ. ചെറിയ പാപങ്ങൾ ചിലർ നാട്ടുകാരും വീട്ടുകാരും അറിയും. വാപ്പ നല്ലോണം എന്താ പറയാ ചെയിൻ സ്മോക്കർ ആണെങ്കിൽ വാപ്പാന്റെ മരണശേഷം മക്കൾ പ്രാർത്ഥിക്കും, പടച്ചോനെ എന്റെ വാപ്പ നല്ല സ്മോക്കറായിരുന്നു, നിങ്ങൾ പുറത്തു കൊടുക്കണേ പടച്ചോനെ എന്ന് പറയും. ഉമ്മ ആളുകളെ പരിഹസിക്കുന്ന ഉമ്മയാണെങ്കിൽ മക്കൾ പ്രാർത്ഥിക്കും, പടച്ചോനെ ഉമ്മാന്റെ നാവ് മോശമായിരുന്നു, ആളുകളെ കളിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. അങ്ങനെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ചെറിയ പാപങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ മാപ്പാക്കാനും തൗബ ചെയ്യാനും നമുക്ക് നേരം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പറഞ്ഞിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും. നല്ല മക്കളെ പോറ്റിയൊരു കഥയാണ് പറയുന്നത്. എന്നാൽ മഹാപാപങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടാവും, സ്ഥിരമായി പലിശയിൽ മുങ്ങിക്കുളിച്ച, വീട്ടുകാരോട് പറയാതെ ആളുകളെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഉള്ളിൽ പ്രവർത്തിച്ച, വീട്ടുകാരറിയാതെ വ്യഭിചരിച്ചവൻ, വീട്ടുകാരറിയാതെ അങ്ങനെയുള്ള ഒരുത്തൻ തൗബ ചെയ്യുന്നതിനിടയിലാണ് മരണപ്പെടുന്നതെങ്കിൽ ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ഒരാളും പ്രാർത്ഥിക്കുകയില്ല. തൗബ ചെയ്യാത്തവൻ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാത്ത മനുഷ്യനെ ശിക്ഷിക്കാതെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവനാണെങ്കിൽ പോലും അവന് ശിക്ഷ നൽകിയിട്ട് അവസാനത്തിലെ അവന് സ്വർഗത്തിലെത്തിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും ഭയപ്പെടണം. എന്താ നമ്മൾ ചെയ്യുക? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം. പ്രാർത്ഥനയുടെ ഒരു വശമാണ് ഇസ്തിഗ്ഫാറോട് കൂടിയുള്ള പ്രാർത്ഥനയും തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ഭാഗമാണ്. പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിശ്വാസം നമ്മൾ ദൃഢപ്പെടുത്തിയാൽ നമ്മൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരാളെയും നമ്മൾ അള്ളാഹ്ക്ക് പകരം അള്ളാന്റെ സ്ഥാനത്ത് ഒരാളെയും നമ്മൾ കാണില്ല. ഒരു സൃഷ്ടിയെയും, മലക്കിനെയും ജിന്നിനെയും ഒന്നിനെയും അള്ളാഹുവിന്റെ സ്ഥാനത്ത് നമ്മൾ കാണില്ല, കണ്ടിട്ടില്ല, കാണുകയുമില്ല, കാണാൻ പഠിപ്പിച്ചിട്ടുമില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇനി അടുത്തത് ബിദ്അത്താണ്. ബിദ്അത്തിന്റെ കാര്യത്തിൽ എല്ലാവരും നമ്മൾ എന്നും ഉണർത്തുന്നു, ഫകുല്ല ബിദ്അത്തിൻ ളലാല ഫകുല്ല ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്ത് ചെയ്യുമ്പോൾ നല്ല സംഗതിയല്ലേ എന്ന് നാട്ടുകാർ പറയും, അത് പരസ്യപ്പെടുത്താൻ നമുക്ക് തോന്നും, അത് നല്ല കാര്യമാണ്, ദീനല്ലേ എന്ന് വിചാരിക്കും. അതിന് മത്സരങ്ങൾ നടക്കുന്ന അങ്ങനെ ചെയ്യുന്നതാ ബിദ്അത്ത്. ആ ബിദ്അത്തിന് നമ്മൾ പെട്ടുപോയാലും നമുക്ക് നരകമാണ്. മൂന്നാമത്തത് ഹറാമാണ്. ഹറാമ് ചെയ്യുമ്പോൾ തന്നെ ബേജാറുണ്ടാകും, ആളുകൾ അറിയുന്നതിന് അവൻ ഭയപ്പെടും. പിന്നൊരൽപ്പം കഴിഞ്ഞാൽ അവൻ ലജ്ജ നഷ്ടപ്പെട്ട് ഈമാൻ നഷ്ടപ്പെട്ട് ആരെന്തറിഞ്ഞാലും പ്രശ്നമില്ലാത്തിടത്തേക്ക് ഹറാമ് ചെയ്യുന്നവരായിട്ട് ചിലർ മാറും. അവർക്ക് നരകം നിഷിദ്ധമാണ്, അവരെ നരകത്തിലേക്ക് കത്തിക്കാൻ വേണ്ടി പടച്ചിട്ടുള്ളതാണ്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ജിന്നിനെ പറ്റി പറയുമ്പോ ബേജാറാകുന്ന ആൾക്കാരോടാ പറയുന്നത്. അല്ലാഹ് പറയാണ്, നരകത്തിലേക്ക് വേണ്ടി 2 കൂട്ടരെ ഞാൻ പടച്ചിട്ടുണ്ട്, മനുഷ്യനെയും ജിന്നുകളെയും. അള്ളാന്റെ ഖുർആനാ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? ജിന്ന് അഭൗതികമാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ഭയപ്പാടോടുകൂടി പറയുന്നതിലേക്ക് ശിർക്ക് വരില്ലേ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചു. വിവരമില്ലാതെ ആളുകൾ സംസാരിക്കും. ഞാൻ പറഞ്ഞത് വിശ്വാസം ദൃഢപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണ്? ഏകനായ റബ്ബാണ് എന്റെ റബ്ബ്, അവനോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ലഭിക്കും എന്നുള്ള ഉദാത്തമായ വിശ്വാസം മുൻനിർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രവുമല്ല, ഓരോ തിന്മകളും നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതാണ്. ജാഹിലിയത്തിൽ ജീവിച്ച ആളാണ്. ആ ജാഹിലിയത്തിൽ ജീവിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഫഖദ് വജബത് ലക്കുമുൽ ജന്ന ഫഖദ് ഗഫർതു ലക്കും, അവർക്ക് സ്വർഗ്ഗം നിർബന്ധമാക്കുന്നു അല്ലാഹ്, അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. ബദരീങ്ങളെ പറ്റി പറഞ്ഞില്ലേ? അവർക്ക് അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കും. ഒരു വിശ്വാസിയായിട്ട് ഒരാള് ജാഹിലിയത്തിൽ നിന്ന്, കുഫറിൽ നിന്ന് മടങ്ങി ഷഹാദത്ത് ചൊല്ലി കലിമത്ത് തൗഹീദ് ഉറച്ചു വിശ്വസിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് ബൈഅത്ത് ചെയ്ത ആളുകൾക്കുള്ള സന്തോഷം എന്താ? അവരുടെ മുൻകാല പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നുള്ളതാണ്. ഇങ്ങനെ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ ലിസ്റ്റിൽ വന്ന സഈദ് ഇബ്നു ആമിർ
സഹാബാക്കൾക്കിടയിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് കരയുന്നു, ഇടക്കിടക്ക് ബോധം കെട്ട് വീഴുന്നു, ഇടക്കിടക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴുക. അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കൾ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ സയ്യിദ് ഇങ്ങനെ ഇടക്കിടക്ക് ബോധം കെട്ട് വീഴുന്നു, എന്താണെന്നറിയില്ല, ഇടക്കിടക്ക് കരയാറുമുണ്ട്. അങ്ങനെ സയ്യിദ് ബിൻ ആമിറിനെ കൊണ്ടുവരുന്നുണ്ട് റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ. പ്രവാചകൻ ചോദിച്ചു, അല്ലയോ സയ്യിദ്, എന്താണ് വിഷയം? സയ്യിദ് പറയാണ്, അള്ളാന്റെ റസൂലെ, എനിക്കിപ്പോ കിട്ടിയ കൂട്ടുകാർ എത്ര വലിയ കൂട്ടുകാർ. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും. പരസ്പരം സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും വിട്ടുവീഴ്ച കൊണ്ടും സഹാനുഭൂതി കൊണ്ടും എന്തു നല്ല കൂട്ടരാണ് നമ്മുടെ സഹാബാക്കൾ. എന്നാൽ ഞാൻ ഓർക്കാണ്, ഇതുപോലെയുള്ള സഹാബാക്കളിൽ പ്രഗത്ഭനായ ഒരു സഹാബിയെ അള്ളാന്റെ റസൂലെ എന്റെ ജാഹിലിയ്യത്തിൽ എന്റെ നാട്ടിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചിരുന്നു, എന്റെ ഗോത്രത്തിലേക്ക്. അന്ന് എന്റെ കൂട്ടുകാർ ആ ചങ്ങാതിയെ പിടിച്ച് കെട്ടിത്തൂക്കി. എന്നിട്ട് ഓരോ അവയവങ്ങളും മുറിക്കാൻ തുടങ്ങി. കാതുകൾ മുറിച്ചു, അവന്റെ നാവുകൾ മുറിച്ചു, അവന്റെ മൂക്ക് മുറിച്ചു, അവന്റെ കൈകൾ മുറിച്ചു, അവന്റെ ലിംഗം ഛേദിച്ചു, എല്ലാം അറച്ച് മുറിച്ച് തറച്ച് എന്റെ മുന്നിൽ വെച്ചാണ് ഇതുപോലെയുള്ള ഒരു സഹാബയെ കൊന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അന്ന് ഈ സയ്യിദ് അരുതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ചങ്ങാതിമാര് ചെയ്യില്ലായിരുന്നു. അവർ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചങ്ങാതിമാർ അവരെ വെറുതെ വിടുമായിരുന്നു. പക്ഷെ ഈ സയ്യിദ് നോക്കി നിന്ന് ആസ്വദിച്ചു പോയി. അള്ളാന്റെ റസൂലേ, ആ സഹാബിയുടെ കൊലപാതകം നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ഈ സയ്യിദ് പെടുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ ബോധം പോകുന്നത് എന്ന് സയ്യിദ് ബിൻ ആമിർ മറുപടി പറയാം. എനിക്കറിയോ, അള്ളാന്റെ റസൂല് ഒരു സദസ്സിൽ പറഞ്ഞു, ആർക്കെങ്കിലും 2 പെൺകുടിമാരുണ്ടായാൽ 3 പെൺകുടിമാരുണ്ടായാൽ അവരെ നല്ലോണം ദീനിയായി വളർത്തി വലുതാക്കി ഏറ്റവും നല്ലൊരു കുടുംബത്തിലേക്ക് ഒരു യുവാവിനെ ഏൽപ്പിച്ചാൽ ആ പിതാവിന് സ്വർഗമുണ്ടെന്ന് അള്ളാന്റെ റസൂല് ക്ലാസ് എടുത്തപ്പോഴാണ് ഈ സൊഫിലൂടെ നിരങ്ങി വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, ആ ഓഫർ എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. അടുത്ത വഹി വരെയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആർക്കെങ്കിലും 2 പെൺകുടിമാരുണ്ടെങ്കിൽ അവർക്കും സ്വർഗമുണ്ടെന്നുള്ള ഹദീസ് പറഞ്ഞു. അപ്പോഴാണ് ആ സദസ്സിന്റെ പിന്നിൽ നിന്നൊരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് വിറക്കുന്ന കൈകളോടെ, നടുങ്ങുന്ന ഹൃദയത്തോടെ, അതുപോലെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ജാഹിലിയ്യത്തിൽ എന്റെ ബീജത്തിൽ പിറന്ന 12 പെൺകൊടിമാരെ ജീവനോടെ കുഴിച്ചു മൂടിയവനാണ് യാസിമുൽ മുൻകരി, എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂലിന്റെ തല താഴ്ന്നു പോയി. ആരാണ് ഒരു പെൺകുടിയെ തന്നെ ആസ്വദിക്കുന്നത്? എത്രയാ യുവാക്കളെ നമ്മൾ, പിതാക്കന്മാരെ, നമ്മുടെ മക്കളിൽ പെൺകൊടിമാര് തരുന്ന കൺകുളിർമ എത്ര വലുതാണ് ആലോചിച്ചു നോക്കിയേ. അങ്ങനത്തെ 12 പെൺകുട്ടികളെ കൊന്ന മനുഷ്യനാ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്നത്. പ്രവാചകന്റെ തല താഴ്ന്നു. പ്രവാചകൻ പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം. ഭൂമിയിലുള്ളവനോട് കരുണ കാണിക്കാത്തവന് ആകാശത്തുള്ളവൻ കരുണ കാണിക്കുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ തലവരെ താഴ്ന്നുപോയി. അത്ര വലിയ പാപം ചെയ്തവർ ഇവരൊക്കെയും ഇതെല്ലാം പൊറുക്കപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ്. പക്ഷെ അവരവരുടെ പാപങ്ങൾ ഓർത്ത് പ്രിയപ്പെട്ടവരെ കരയുകയായിരുന്നു. അത് മാത്രവുമല്ല, നന്മകൾ മിസ്സായാൽ നമുക്ക് ആർക്കെങ്കിലും മനസ്സാക്ഷി കുത്തുണ്ടാവാറുണ്ടോ? ഏതെങ്കിലും ജമാഅത്ത് മിസ്സായാൽ വേദനയുണ്ടാകാറുണ്ടോ? ഏതെങ്കിലും നമസ്കാരം മറന്നുപോയാൽ വേദനയുണ്ടാകാറുണ്ടോ? അവസരങ്ങൾ കിട്ടിയിട്ട് ആരെങ്കിലും സഹായിക്കാതെ അന്ന് മുഷ്ടി കാണിച്ച് പിന്നീട് നമുക്ക് വേദനയുണ്ടാകാറുണ്ടോ? ആളുകൾ നമ്മളെ ക്ഷണിച്ചിട്ട് ആ ക്ഷണം സ്വീകരിക്കാതെ പോകാതിരുന്നാൽ വേദനയുണ്ടാകാറുണ്ടോ? ആളുകളെ പബ്ലിക്കിൽ വെച്ച് തോന്നിവാസങ്ങൾ പറഞ്ഞ് തെറി പറഞ്ഞ് അഭിഷേകം നടത്തിയാൽ പിന്നീട് വേദനയുണ്ടാകാറുണ്ടോ? ഒരു നന്മ മിസ്സായാൽ വേദനയില്ലാത്ത ആളുകളാണ് നമ്മൾ. എന്നാൽ അള്ളാന്റെ റസൂലിന്റെ ഹാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അനസ് ഇടക്കിടക്ക് കരയാറുണ്ടായിരുന്നു. സയ്യിദിനെ പോലെ അനസ് ഇടക്കിടക്ക് ബോധം കെട്ട് വീഴാറുണ്ടായിരുന്നു. സയ്യിദിനെ പോലെ ഇങ്ങനെ സഹാബാക്കൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താ അനസ് എന്റെ പ്രശ്നം? ഇടക്കിടക്ക് ഇങ്ങനെ കരയുന്നത്? ഇത്ര ആരെ കൂടെയാ റസൂലുള്ളാഹിന്റെ കൂടെയാ ജീവിക്കുന്നത്? ചെറുപ്പത്തിലെ ചെറിയ മോനായ സമയത്ത് ഉമ്മ ഏൽപ്പിച്ചതാണ് വാപ്പന്റെ ഈ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക്. നിങ്ങൾക്ക് ഹാദ്യമായിട്ട് എന്റെ മോനെ ഞാൻ ഇതാ തരുന്നത്, നിങ്ങൾ ദീന് കൊടുത്ത് പൊറ്റി വളർത്തിയാൽ മതി റസൂലെ, നിങ്ങൾക്ക് എന്ത് ഹിദ്മത്തും ചെയ്യാൻ എന്റെ മോനെ നിങ്ങൾ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അവരോടൊപ്പം ഉറങ്ങുന്ന സമയത്തല്ലാതെ അനസ് അള്ളാന്റെ റസൂലിനെ വിട്ടു നിന്നിട്ടില്ലാത്ത അത്ര ഹിദ്മത്ത് ചെയ്ത സഹാബിയാണ്. ആ സഹാബിയാണ് കരയുന്നത്. ചോദിച്ചു, എന്താണ്? അനസ് പറയാണ്, അള്ളാന്റെ റസൂൽ എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മങ്ങളെ ഏൽപ്പിച്ചില്ലേ എന്നെ, അന്ന് മുതൽ സസൂക്ഷ്മം ജീവിതത്തിൽ എല്ലാ സുന്നത്തുകളും എടുത്ത് അള്ളാന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത് എത്ര തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദിന് വേണ്ടി വിളിച്ചാലും സധൈര്യം പ്രവാചകന്റെ കൂടെ അണിനിരുന്നവനാണ് ഞാൻ. അള്ളാന്റെ റസൂലെ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു സുബ്ഹ് ജമാഅത്ത് നഷ്ടപ്പെട്ടു, എനിക്കൊരു സുബ്ഹ് ജമാഅത്ത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അത് ഓർക്കുമ്പോഴാ റസൂൽ എന്റെ കണ്ണ് നനഞ്ഞു പോകുന്നത്. എന്താ കാരണം? ഉറങ്ങിപ്പോയതല്ല,
മഴ പെയ്തിട്ട് ബ്ലോക്കായി പോയതല്ല, വണ്ടി പഞ്ചറായതല്ല, എയർപോർട്ടിൽ പോയതല്ല, ഉമ്മാക്ക് സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്തോടിയതല്ല. അനസ് പറയാണ്, അന്ന് റസൂലുള്ളാഹി ഓർമ്മയില്ലേ, തുസ്തർ പട്ടണം കീഴടക്കാൻ നിങ്ങൾ നിയോഗിച്ച ദിവസം. അന്ന് ലീഡർമാരായി ഞാനും ഉണ്ടായിരുന്നു. തുസ്തർ ഞങ്ങൾ അടരാടിക്കൊണ്ട് കീഴടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ പോയിട്ട് അടരാടിയ തുസ്തർ പട്ടണം കീഴടക്കിയ ആ യുദ്ധം, തുസ്തർ പട്ടണം കീഴടക്കി ഞങ്ങൾ പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും ജമാഅത്ത് കഴിഞ്ഞു പോയിരുന്നു. റസൂലെ സ്കരിക്കാതെ ളുഹറായതല്ല, പള്ളിയിലേക്ക് അവർ വന്നിട്ടുള്ളത്. അപ്പോഴേക്കും ജമാഅത്ത് കഴിഞ്ഞുപോയി. തുസ്തറിന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ യുദ്ധമാണ് റസൂലെ. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം കൃത്യമാക്കാൻ എനിക്ക് സാധിച്ചതിൽ അഭിമാനം കൊണ്ട തുസ്തറിന്റെ ചരിത്രം ഓർക്കുമ്പോൾ എനിക്കിപ്പം ഭയങ്കര കരച്ചിലാണ് വരുന്നത്. അന്ന് മാത്രമാണ് എനിക്ക് എന്റെ സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെട്ടത് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. നന്മ വിട്ടുപോയാൽ കരച്ചിൽ വരിക, തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതാണ് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ആരെങ്കിലും മഹാപാപങ്ങൾ ചെയ്തിട്ട് തൗബ ചെയ്ത് പിന്നീട് ആ പാപം ഓർക്കുമ്പോൾ ഒരു മനുഷ്യന് മനസാക്ഷിക്കുത്തും ബേജാറും വിറയലും അറപ്പുമുണ്ടെങ്കിൽ നിങ്ങളെ തൗബ അല്ലാഹു സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരാൾക്ക് അയാളുടെ മുൻകാല പാപങ്ങൾ ഓർത്തിട്ട് അഭിമാനമാണെങ്കിൽ, അത് പറയുമ്പം ആശ്വാസമാണെങ്കിൽ, അത് ഓർക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ, അത് ചെയ്യാൻ ഇനിയും ആനന്ദ നിർവൃതി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൗബ അല്ലാഹു എടുത്തിട്ടില്ലെന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറ്റമറ്റ തൗബയുടെ ഏറ്റവും എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നടയാളം നമുക്ക് തന്നെ പരിശോധിക്കാൻ കഴിയും. ആലോചിക്കുമ്പോൾ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ഓർക്കാൻ പോലും തോന്നുന്നില്ല എങ്കിൽ, അത് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവോട് തൗബ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അത്തരണത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിച്ച് നമ്മൾ നേരെയാക്കണം. കണ്ടില്ലേ, തിന്മ അരങ്ങുവാഴയാണ്. ഈ റമദാനിൽ പോലും റമദാന്റെ വിഷയം നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധം നാട്ടിൽ ലഹരി ഇങ്ങനെ കുത്തൊഴുകുകയാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ കഴിഞ്ഞ മാസം ഞാൻ പോയിട്ട് ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോൾ എന്താണെന്നറിയോ, അവനെ പറ്റിയിട്ട് അവിടുത്തെ വാടം പറയാണ്, ഈ മനുഷ്യൻ, ഈ ചെറിയോൻ കഴിഞ്ഞ റമദാനിൽ ഫുൾ നോമ്പ് നോറ്റോനാണ്, തറാവീഹ് നമസ്കരിച്ചോനാണ്. പക്ഷെ തറാവീഹ് നമസ്കരിച്ചതും MDM അടിച്ചും കൊണ്ടായിരുന്നു അത്രേ. ആലോചിച്ച് നോക്കി, MDM അടിച്ചിട്ട് തറാവീഹ് സ്കരിക്കുക. 11 റക്അത്തൊക്കെ ഉറക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചോളി എല്ലാവരും. ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഈ MDM അടിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്നറിയോ, മുഴുമദ്യപാനിയാണെങ്കിൽ ഓനെ ഓടയിൽ നമുക്ക് കാണാൻ പറ്റും, ഓനെ കണ്ണ് ചോന്നിട്ടും ആടിയിട്ടും കാണാൻ പറ്റും, അവന്റെ ദുർഗന്ധം നമുക്ക് ശ്വസിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചെയിൻ സ്മോക്കറെ ഓൻ പള്ളിയിൽ ഔലുങ്കരയിലെത്തിയാൽ മിഹ്റാബെന്ന് വണക്കാൻ തുടങ്ങും. ഏതൊരു ഇതുപോലെയുള്ള തോന്നിയാസങ്ങള്, വലിയ അപമര്യാദകൾ ചെയ്യുന്ന ആളുകളെ അടയാളങ്ങൾ കൊണ്ട് നമുക്ക് വീക്ഷിക്കാനാവും. പക്ഷെ MDM അത് ഉപയോഗിക്കുന്ന ഓനുണ്ടല്ലോ, വാപ്പയായിട്ട് ഭയങ്കര ഇന്റിമേറ്റ് ആയിരിക്കും അത്രേ. വാപ്പനെ ഭയങ്കര സ്നേഹിക്കുന്ന, വാപ്പന്റെ ഷൂ തുടച്ചു കൊടുക്കുന്ന, വാപ്പന്റെ വാഹനം കൈ കൊടുക്കുന്ന, വാപ്പാനെ എടുത്ത് പൊക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, ഉമ്മയുമായിട്ട് ഭയങ്കര ഇന്റിമസി പെൺകുട്ടിയേക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരെ സംശയിക്കാനല്ല ഞാൻ പറയുന്നത്. ഇതാണ് അടയാളമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ? ഇതാണ് അടയാളമെങ്കിൽ, ഇതാണ് അവരുടെ ലക്ഷണമെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? അതുകൊണ്ടാ കഴിഞ്ഞ ദിവസം 5 പേരെ കൊന്ന ആളെ പറ്റി അങ്ങാടിയിൽ നിന്നൊരുത്തനും അവനെതിരെ പറയാത്തത്. അവനെതിരെ പോലീസുകാർക്ക് ഒരാളും മൊഴി കൊടുത്തിട്ടില്ല. നല്ല മോനാന്ന് എല്ലാവരും പറയുന്നു. നല്ല മോനായിരുന്നു. അതായത് സ്ത്രീകൾക്കിടയിൽ നമ്മൾ ഉമ്മാക്ക് സ്ഥാനം കൊടുക്കുന്നത് എപ്പോഴാ? ഉമ്മ എന്ന ഒരു വികാരം ഉൾക്കൊള്ളുമ്പോഴാണ് ഒരുപാട് സ്ത്രീകളിൽ ഒരു സ്ത്രീ നമ്മുടെ ഉമ്മയായി നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ആദരിക്കാൻ കഴിയുന്നത്, അല്ലേ? ആലോചിക്ക്. നേരെ മറിച്ച് ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് അയാളുടെ സെറിബ്രവും സെറിബല്ലവും മസ്തിഷ്കവും ഹൈപ്പോതലാമസും മുമ്പ് കൊടുത്ത ആ സംവേദനം, മുമ്പ് കൊടുത്ത ആ മെസ്സേജ് കൊടുക്കില്ല. ആ കൂട്ടത്തിൽ ആ നിൽക്കുന്നതാണ് നിന്റെ ഉമ്മ, നിന്നെ പെറ്റുപോറ്റിയ, അല്ലേ? വിശുദ്ധന്മാര് പറഞ്ഞ്, ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് സഹിക്കുന്ന വേദനയെ പറ്റി ഖുർആൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? 20 അസ്ഥികൾ, ബലപ്പെട്ട ഏറ്റവും വലിയ 20 അസ്ഥികൾ ഒന്നിച്ച് പൊട്ടുമ്പോഴുള്ള വേദനയാണ് അത്ര നമ്മൾ ഉമ്മ സഹിക്കുന്നത്. ആ വികാരം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അവന്റെ മസ്തിഷ്കം വൃത്തിയുള്ള മസ്തിഷ്കമാണെങ്കിൽ, അവന്റെ മനസ്സിൽ മറ്റു ലഹരി പദാർത്ഥമില്ലെങ്കിൽ, ആയിരക്കണക്കിന് ഉമ്മമാരിൽ മൊഞ്ചില്ലാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത, പല്ലില്ലാത്ത ഉമ്മ നമ്മുടെ ഉമ്മയാണെന്ന് അന്തസ്സായിട്ട് പറയാൻ പറ്റും. ഈ ലഹരി കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു എതിരാളി മാത്രമായിരിക്കും അവന്റെ ഉപദേശകൻ. MDM ധരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവരെ ഉപദേശിക്കുന്ന ആൾക്കാരെയാണ്. അവരുപദേശിക്കുന്നതിന് മുന്നിൽ ആരായിരിക്കും? എന്തും ഏറ്റവും നല്ലോണം ഉപദേശിക്കുന്ന ആളാ ഉമ്മ. ആ ഉമ്മ വരെ അവന് വെച്ചേക്കില്ല, തട്ടിക്കളയാം എന്നിടത്തേക്ക് ഉമ്മ മാറുകയാണ്. ഇങ്ങനെ അവന്റെ മനസ്സിൽ ഉമ്മ അല്ലാതാവുകയാണ്, വാപ്പല്ലാതാവുകയാണ്. ആ സമയത്താണ് ഇത് ചെയ്യുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എവിടുന്നാ നമ്മൾ
എവിടെയാ ഇതിന്റെ കൺട്രോൾ ഉണ്ടാവുക? ദീനിയായിട്ട് വളർത്തിയ ആളുകൾ പോലും തെറ്റുന്നുണ്ട്. പക്ഷേ ഒരു വലിയ കാരണക്കാർ പ്രിയപ്പെട്ടവരെ നമ്മളെ സമൂഹമാണ്. അള്ളാഹിനെ പറ്റി പറയാത്തത് കൊണ്ടാണ്, അള്ളാഹിനെ പറ്റി തീന്മേശയിൽ ചർച്ചയില്ലാത്തത് കൊണ്ടാണ്, കാറിനകത്ത് കുടുംബക്കാരോടൊപ്പം ദീന് പറയാത്തത് കൊണ്ടാണ്. എന്നും അനാവശ്യമായ ഭൗതിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് മക്കൾക്ക് ഭക്ഷണവും മറ്റുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന തിരക്കിനിടയിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയാൽ ആ കുട്ടിക്ക് വിശ്വാസിയായി ജീവിക്കാൻ കഴിയില്ല. അവനെ പിശാച് പെട്ടെന്ന് പിടികൂടും. എത്ര നല്ല യുവാവായാലും ചെറുപ്പത്തിലെ ജനിക്കുമ്പോഴേ നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ പിടുത്തവും കുട്ടിക്കുണ്ടായ, നിങ്ങൾക്കറിയോ ഒരാന, നിങ്ങളറിയില്ലേ വലിയ ആന, എത്ര ആനകളാ ഈ പ്രാവശ്യം ഇടഞ്ഞത്? ഒരുപാട് ആനകൾ ഇടഞ്ഞില്ലേ? ഒരാന എന്താ പറയാ ഒരു പ്രാർത്ഥനാ മുറിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തിക്കുമ്പോഴേക്കും ആ ബിൽഡിംഗ് വീണത് നിങ്ങൾ വൈലാണ്ടിയിൽ കണ്ടില്ലേ അല്ലേ? ആനകൾ ചെയ്യുന്ന അക്രമം എത്രയാ. പക്ഷേ പല ആനകളും തളക്കപ്പെടുന്നത് ഒരു ചെറിയൊരു 3/4 ഇഞ്ച് കയറിലാണ് അല്ലേ? വലിയ ആനയെപ്പോലും കെട്ടാൻ ആനക്കനുസരിച്ചുള്ള വലുപ്പമുള്ള കയർ ആരും ഉപയോഗിക്കാറില്ല, ഈ ചെറിയ കയറിലാണ്. എന്തുകൊണ്ട് ആന കയറിൽ നിൽക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ആനയുടെ ചെറുപ്പത്തിൽ ആന പെറ്റ് വീണാൽ ആനനൊരു കയറിൽ കെട്ടും. അന്ന് ആ കുസൃതി കളിക്കുന്ന സമയത്ത് ആന ഒന്ന് വലിച്ചു വെക്കും, ആനക്ക് കിട്ടൂല. ആനന്റെ ബുദ്ധിയിൽ ഒരു സാധനം പ്രിന്റ് ആവും, ഈ കയർ വലിച്ചാൽ കിട്ടൂല. അങ്ങനെ ആന വളരുന്നത്. അതേ ആനയെ അതേ കയറ് കൊണ്ട് ആന 1000 കിലോ അല്ല, 2000 കിലോ അല്ല, 10000 കിലോ ഉള്ള ആനയായാലും അക്കയർ കിട്ടിയാൽ ആനക്ക് എന്ത് മനസ്സിലാവും? ചെറുപ്പത്തിൽ പഠിച്ചൊരു സാധനം മനസ്സിലാവും, ഇത് വലിച്ചാൽ കിട്ടൂല. അതുകൊണ്ടാണ് ചെറിയ കയറിൽ വലിയ ആനയെ തളയ്ക്കാൻ പാപ്പാമാർക്ക് കഴിയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറുപ്പത്തിലെ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഉസ്താദ് വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പറയരുത്, വാപ്പ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറയരുത്. അള്ളാഹിനെ പറ്റി, മോനെ നീ ഇത് ചെയ്താൽ നിന്റെ റബ്ബ് കാണൂലേ, നിനക്ക് കണ്ണ് തന്ന, നിനക്ക് കാല് തന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാ അറിയില്ലേ, ജന്മനാ അന്ധനായിരുന്നു, ശൈശവത്തിൽ തന്നെ മാരകമായ രോഗം കാരണത്താൽ കാഴ്ചയില്ലാതെ ജനിച്ച മകനാണ്. ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നിന്റെ ഏക സന്താനമാണിത്, ഈ മോന് നീ കാഴ്ച നൽകണം, ഇവനെ ഞാൻ ഖുർആൻ പഠിപ്പിക്കും, ഇവനെ ഞാൻ ദീന് പഠിപ്പിക്കും. നിങ്ങൾക്കറിയുമോ 10 വയസ്സാകുമ്പോഴേക്കും ഈ പ്രാർത്ഥന കാരണത്താൽ ഇമാം ബുഖാരിക്ക് ചെറുപ്പത്തിൽ തന്നെ അള്ളാഹ് കാഴ്ച കൊടുക്കുകയാണ്. ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ട് കാഴ്ച കിട്ടിയ മഹാനായ പ്രഗത്ഭനായ പണ്ഡിതൻ. ഇന്ന് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ ദീന് പഠിക്കാൻ ഏറ്റവും അവലംബിക്കുന്ന സഹീഹുൽ ബുഖാരി, അതിന്റെ രചയിതാവ് ഇമാം ബുഖാരി റഹിമഹുല്ലാ 10 വയസ്സാകുമ്പോഴത്തേക്ക് ഉമ്മ ഇരുത്തിയിട്ട് ഖുർആൻ ഫുള്ള് പഠിപ്പിച്ചു. 10 വയസ്സാകുമ്പോഴത്തേക്ക് 12-13 വയസ്സാകുമ്പോഴത്തേക്ക് 70,000 ഹദീസാണ് ബൈഹാത്താക്കിയത്. 70,000 ഹദീസുകൾ. ഒരു യുവാവ്, ഒരു +2 കാരൻ എന്ന് കൂട്ടിക്കൊള്ളിങ്ങൾ, നമ്മളെ +2 പഠിക്കുന്ന മോന് ഒരായത്ത് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉമ്മമാരെ ആലോചിക്കും, നമ്മുടെ മകൻ ഒരു ഹദീസ് അറിയുമോ? അറിയില്ല. ആരാ കാരണക്കാരൻ? ഇമാം ബുഖാരിക്ക് ഹദീസ് അറിയാനുള്ള കാരണക്കാരി ആരാന്നറിയോ? അവിടുത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ ഏതെങ്കിലും വലിയ ശൈഖുമാരോ ആയിരുന്നില്ല, ഈ ഉമ്മയായിരുന്നു അത്ര ഇമാം ബുഖാരിയെ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, ആലോചിക്ക്. ഉമ്മ ആരാ? ഉമ്മ ഏതെങ്കിലും കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നോ? ആയിരുന്നില്ല. ഉമ്മ നല്ല തഖ്വയുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കയ്യിൽ ഏതെങ്കിലും ഹദീസ് ഉണ്ടെന്ന് കേട്ടാൽ ഈ മോൻ പുറപ്പെടും. എന്നിട്ട് ആ പണ്ഡിതന്റെ അടുക്കൽ ഇരിക്കും, എന്നിട്ട് അത് പഠിക്കും. ലക്ഷക്കണക്കിന് ഹദീസുകൾ, 7 ലക്ഷത്തോളം ഹദീസാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. 7 ലക്ഷത്തോളം ഹദീസുകൾ അദ്ദേഹം എന്ത് ചെയ്തു? പരിശോധിച്ചു. 16 വർഷം കൊണ്ട് സ്വഹീഹുൽ ബുഖാരി എഴുതി. ഇനി ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ജനിച്ച് 3-ാമത്തെ വയസ്സിൽ വാപ്പ മരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലാണ് ബുഖാരി ജനിച്ചത്. ഇമാം ഷാഫി ജനിക്കുന്നത് ഫലസ്തീനിലെ ഗസയിലാണ്. ഗസയിലെ മക്കളെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇതുപോലെ ജനിച്ച ആളായിരുന്നു ഷാഫിഈ. ഇതുപോലെ തന്നെ 3 വയസ്സിൽ വാപ്പ നഷ്ടപ്പെട്ട ആളായിരുന്നു ഷാഫിഈ റഹിമഹുല്ലാ. എന്നാൽ ബഗ്ദാദിൽ വെച്ച് ഉമ്മ പഠിപ്പിക്കാൻ ഇമാം ഷാഫിയെ പഠിപ്പിച്ച് 7 വയസ്സാകുമ്പോഴേക്കും 30 ജുസ് ഈ ഉമ്മ പഠിപ്പിച്ചു മോനെ. ഇമാം ഷാഫിഈ വാപ്പല്യത്തെ കാരണത്താലുള്ള പ്രയാസം അവർക്കുണ്ടായിരുന്നു. ദാരിദ്ര്യം വലിയ പ്രശ്നമായിരുന്നു. 3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അത്ര ഒരു റൊട്ടി കിട്ടാറുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വരികയാണ്. എന്നിട്ട് അവർ പോവുകയാണ് മക്കയിലേക്ക്. പലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് അവർ പലായനം ചെയ്തു. ഉമ്മ മോനെയും കൂട്ടി പോയി. എന്തിനാണെന്നറിയോ? അവിടുത്തെ പണ്ഡിതന്മാരായിട്ട് ഇടകലർന്ന് ജീവിച്ചിട്ട് എൻ്റെ മോനൊരു പണ്ഡിതനാകണം, അതായിരുന്നു ഉദ്ദേശം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇമാം മാലിക്കിന്റെ വലിയ ദർസ് നടക്കുന്നുണ്ട് അവിടെ. എൻ്റെ മോൻ അവിടെ കയറ്റുമെന്ന് വെച്ചു. പറ്റൂല എന്ന് പറഞ്ഞു. ഇമാം മാലിക് അത്രയും സ്ട്രോങ് ആയിരുന്നു, അത്രയും അവഗാഹതയുള്ള പണ്ഡിതനായിരുന്നു. ഈ പഠിപ്പും കാര്യമൊക്കെ ഉള്ള നല്ല നല്ല കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. ഇങ്ങനെ ഇമാം ഷാഫിയുടെ ഉമ്മ ഗവർണറെ അടുത്ത് പോയിട്ട് കത്ത് എഴുതി വാങ്ങി മാലിക്കിനോട് അഡ്മിഷൻ തരാൻ. ആ കത്ത് ചുരുട്ടി അദ്ദേഹം എറിഞ്ഞതാണ്. മാലിക് മോശമായിട്ടൊന്നല്ല, അങ്ങനെയുള്ള വാസ്തയൊന്നും പറ്റൂല എന്നുള്ള ഒരു നോട്ടക്കാരനായിരുന്നു. അങ്ങനെ അതും എറിഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹിനെ ഓർത്തിട്ട് നിങ്ങൾ ഞങ്ങളെ തിരിച്ചയക്കരുത്, ഞങ്ങൾ ഫലസ്തീനിൽ നിന്ന് വരിക. എൻ്റെ ഉമ്മാന്റെ ഒരേ ഒരു ആഗ്രഹമാണ്
ഉമ്മന്റെ ഏക സന്താന ഞാൻ. ഒരേ ഒരു ആഗ്രഹമാണ്, ഞാൻ പണ്ഡിതനാകണം. എൻ്റെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടുന്ന് പഠിപ്പിക്കണം. ഞാനും പഠിക്കാൻ തയ്യാറായി വന്നതാ. 7 വയസ്സുള്ള മോനാ സംസാരിക്കുന്നത്. ഇമാം മാലിക് ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആൻ അറിയോ? അറിയാന്ന് പറഞ്ഞു. എത്ര അറിയാന്ന് പറഞ്ഞു? 30 ജുസ് അറിയാന്ന് പറഞ്ഞു. 7 വയസ്സുള്ള മോൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മുഅത്ത എന്ന കിതാബ് എടുത്തിട്ട് പറഞ്ഞു, ഇത് വായിച്ചിട്ട് വന്നു പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞിട്ട് ഇമാം മാലിക്കിന്റെ മുഅത്തയുമായിട്ട് തിരിച്ചു വരികയാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. ചോദിച്ചു, ഇപ്പൊ തന്നെ വേണ്ട, ഫുള്ള് വായിച്ചിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫിന്റെ മറുപടി എന്താ അറിയോ? ഞാനത് കംപ്ലീറ്റ് ബൈ ഹാർട്ടാക്കി. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചോക്കെ എത്ര വേഗത്തിലോ അങ്ങേയറ്റമുള്ള പാണ്ഡിത്യവും നല്ല ബുദ്ധികൂർമ്മതയും നല്ല ഗ്രാഹ്യതയും ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതായിരുന്നു ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈശവത്തിൽ തന്നെ പിതാവ് മരിച്ച മോനായിരുന്നു. ഉമ്മയായിരുന്നു വളർത്തി വലുതാക്കിയത്. അദ്ദേഹം ജനിച്ചത് ബഗ്ദാദിലാണ്. അവിടെ നിന്ന് വളർത്തി വലുതാക്കി എന്ന് മാത്രമല്ല, ചെറുപ്പത്തിലെ നിസ്കാരവും മറ്റുമൊക്കെ പഠിപ്പിച്ചു. 10 വയസ്സാകുമ്പോഴേക്കും ഖുർആൻ ഫുള്ളും ഉമ്മ പഠിപ്പിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ മോന് നിസ്കാരം നിർബന്ധമല്ലോ, അങ്ങനെ മോനെ പള്ളിയിലേക്ക് പറഞ്ഞേക്ക്. ആകെയുള്ളൊരു മോനാ, വാപ്പല്യ. ആകെയുള്ളൊരു തണൽമരമാണ്, വാപ്പല്യ. അങ്ങനെ ഈ മോനെ സുബഹിക്ക് കുളിപ്പിക്കാനായിട്ട് മോനെ ഉറക്കിയിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങും ഉമ്മ. എന്നിട്ട് തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വെക്കും. എന്നിട്ട് മോന്റെ അടുക്കൽ സുബഹിന്റെ മുമ്പ് വന്നിരുന്നിട്ട് മോനെ വിളിക്കും. പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി മോനെ ഡ്രസ്സ് എടുപ്പിച്ച് മകന്റെ കയ്യും പിടിച്ചിട്ട് പള്ളിയിൽ പോകാത്ര ഉമ്മ. ഉമ്മാക്ക് നിസ്കരിക്കാനില്ലാത്ത ദിവസം പള്ളിന്റെ പുറത്തുമ്മ കൈകെട്ടി നിൽക്കും. എന്നിട്ട് മോനെ കാത്തിരിക്കും. മകനെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ജീവിച്ചൊരു ഉമ്മയായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉമ്മ എന്ന് ചരിത്രം പറയാം. ഉമ്മമാരെ, നമ്മളൊക്കെ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞ കല്യാണത്തിനാണ്, എയർപോർട്ടിൽ പോകാനാണ്, ടൂറ് പോകാനാണ്, മിമിക്സ് പരേഡ് കാണാനാണ്, ഗാനമേള കേൾക്കാനാണ്. നമ്മൾ ഒരുപാട് ഉറക്കമൊഴിഞ്ഞത് ഒരൊറ്റൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ആലോചിക്ക്, ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ലോകം കണ്ട പണ്ഡിതന്മാരാകാനുള്ള കാരണം ഉമ്മമാരുടെ പ്രാർത്ഥനയാണ്, ഉമ്മമാരുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാളും മുമ്പ് പ്രഖ്യാപിച്ചു, അൽ ഉമ്മു മദ്റസത്തുൻ. ഉമ്മയാണ് പാഠശാല, ഉമ്മയാണ് മദ്രസ, ഉമ്മയാണ് ദീന് നൽകേണ്ടവർ. മാതാപിതാക്കളാണ് മക്കളെ വളർത്തി വലുതാക്കേണ്ടവർ. മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ മക്കൾക്ക് എന്താണോ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് അത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ എന്ന് അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ സുദൈസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഖാരിഈങ്ങൾ അദ്ദേഹത്തിന്റെ ഖിറാഅത്താണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഞാൻ വലിയ കുസൃതിക്കാരനായിരുന്നു, ഞാൻ നല്ല വികൃതിയായിരുന്നു. ഒരിക്കൽ എന്റെ ഉമ്മാനെ വല്ലാതെ ഞാൻ ഇടങ്ങേറാക്കി. ഉമ്മ ഓടി വന്ന് പിടിച്ച് തൂക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ നേരെയാക്കോടാ, നിന്നെ ഞാൻ 2 ഹറമിന്റെ ഇമാമാക്കുമെന്ന് ഉമ്മ അന്ന് പറഞ്ഞിരുന്നു. ഉമ്മാന്റെ ആ ശാപവാക്ക് പോസിറ്റീവായിട്ട് ശപിച്ചപ്പോ മോനെന്തായി? 2 ഹറമിന്റെയും ഇമാമുകളുടെ ഇമാമായി ഇന്നിന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ കണ്ട മനുഷ്യനാ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ഉമ്മമാര് പ്രാർത്ഥിച്ച ഒരു രക്ഷപ്പെടും. ഇനി നിങ്ങൾക്കറിയോ, സൗദിയിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, അബ്ദുള്ള ഉമർ ബാന ഉമ. അദ്ദേഹം മരണപ്പെട്ടു പോയി വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം യുവാക്കളെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. യുവാക്കളായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവിടെ ഉണ്ടായിരുന്ന കൗമാരത്തിലുള്ള യൗവനത്തിലുള്ള യുവാക്കൾ അവൾ കൊണ്ടുവരും. വന്നിരിക്കുന്ന ആളുകളോട് പറയും, നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ചങ്ങാതിമാരെ കൂട്ടിവരണം. അവർ കൂട്ടിവരും. അങ്ങനെ യുവാക്കൾക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം മറ്റെവിടേക്കും പോകാത്ത മനുഷ്യനായിരുന്നു. കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, കഴുത്തിന്റെ മുകളിലോട്ട് മാത്രമേ ജീവനുള്ളൂ, കഴുത്തിന്റെ താഴോട്ട് മൊത്തം കുഴഞ്ഞു പോയൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ ആയ ശേഷമാണ് അദ്ദേഹം ദീന് പഠിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിക്ക്. ഇങ്ങനെ ആയ ശേഷമാണ് അദ്ദേഹം ഖുർആനും സുന്നത്തും ഹദീസും പഠിച്ച് പണ്ഡിതനാകുന്നത്. എന്നിട്ട് ഇയാൾ യുവാക്കളെ ടാർഗറ്റ് ചെയ്യാൻ ഒരു കാരണം അയാൾ പറയുന്നുണ്ട്. ഒരിക്കലും യുവാക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? എല്ലാവരും പറഞ്ഞു, പിന്നെ അങ്ങനെയാണ് നിങ്ങളൊക്കെ കൈപൊക്ക് എന്ന് പറഞ്ഞു. എല്ലാവരും കൈബന്ധിച്ചു. നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. നമ്മുടെ റബ്ബിനെ ഇഷ്ടമാണോ? എല്ലാവരും കൈബന്ധിച്ചു. അബ്ദുല്ലാ ഉമർ ബാന ഉമ പറഞ്ഞു, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അവർ പറഞ്ഞു, അറിയാം. എന്റെ കൈ ഉയർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ യുവാവ് വന്നിട്ട് അബ്ദുല്ലാ ഉമർ ബാന ഉമയുടെ കൈ ഉയർത്തിന. കൈ താഴ്ത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ സ്വന്തം കൈയൊക്കെ ഉയർത്താൻ പറ്റിയൊരു യുവാവായിരുന്നു. എനിക്ക് അല്ലാഹു നൽകിയ ശിക്ഷയാണിത്. എല്ലാവരും ഞെട്ടി. അദ്ദേഹം പറയാണ്, എൻ്റെ കൗമാരത്തിൽ എൻ്റെ ചങ്ങാതിമാര് തമ്മാടിക്കൂട്ടങ്ങളായിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ ദീനിയായി വളർത്താൻ ലക്ഷ്യമിട്ടിട്ടും ഞാൻ എൻ്റെ ചങ്ങാതിമാരോടൊപ്പം നടന്നു, അവരോടൊപ്പം മദ്യപിച്ചു, അവരോടൊപ്പം പുകവലിച്ചു. വാപ്പ പലതവണ എന്നോട് അരുതെന്ന് പറഞ്ഞു. വാപ്പാനെ ചിന്തിക്കാതെ ശ്രദ്ധിക്കാതെ എൻ്റെ ചങ്ങാതിമാരോടൊപ്പം ഞാൻ ഈ തിന്മകളിൽ അഭിരമിച്ച് ജീവിച്ചു. ഒരിക്കൽ പുകവലിച്ച് കയറി വന്ന് എന്നോട് വാപ്പ ചോദിച്ചു, നീ പുകവലിച്ചിട്ടുണ്ടല്ലേ, നിർത്താനായിട്ടില്ലല്ലേ? ഇവൻ പറഞ്ഞു, ഞാൻ അന്നേരം പറഞ്ഞു,
ഇല്ല, ഞാൻ പുക വലിച്ചിട്ടില്ല വാപ്പ. വാപ്പാക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വാപ്പ പറയും, സത്യം പറ, സത്യമായിട്ട് ഞാൻ വലിച്ചിട്ടില്ല. അള്ളാഹുവാണ് സത്യം, നീ വലിച്ചിട്ടില്ലെന്ന് പറ. അബ്ദുല്ലാഹ് ഉമർ ബാനഉമ അന്ന് ലഹരിക്കടിമപ്പെട്ടിട്ട് ഇന്നത്തെ മക്കൾ പറയുന്നത് പോലെ വല്ലാഹി ഇട്ടിട്ട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ പുക വലിച്ചിട്ടില്ല. അന്ന് അബ്ദുല്ലാഹ് ഉമർ ബാനഉമയുടെ വാപ്പ പറഞ്ഞതാ, നീ ഇപ്പൊ പറഞ്ഞത് കളവാണെങ്കിൽ നിന്റെ പെരടിയുടെ താഴേക്ക് അള്ളാന്റെ ശിക്ഷ വരും. അബ്ദുല്ലാഹ് ഉമർ ബാനഉമ യുവാക്കളോട് പറയാ, പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ ചങ്ങാതിമാരോടൊപ്പം കുളിക്കാൻ പോയതാണ്. അങ്ങനെ ചാടി, വെള്ളത്തിലേക്ക് ചാടി, എൻ്റെ തല താഴെ തട്ടി, ഞാൻ പൊങ്ങി വന്നില്ല. എൻ്റെ ചങ്ങാതിമാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1000കണക്കിന് റിയാലുകൾ എൻ്റെ പിതാവിന് ചെലവഴിക്കേണ്ടി വന്നു. എനിക്ക് ബോധമുണ്ടായിരുന്നില്ല, തലച്ചോറ് മാത്രമായിരുന്നു വർക്ക് ചെയ്യുന്നത്. വർഷങ്ങളോളമുള്ള ഓപ്പറേഷനും ചികിത്സയും കാരണത്താൽ എൻ്റെ മുഖത്തുള്ള അവയവങ്ങൾ ചലിക്കാൻ തുടങ്ങി. ഇന്നും എനിക്ക് കഴുത്തിന്റെ താഴോട്ടൊരവയവവും ചലിക്കില്ല. ഡോക്ടർമാർ വിധി എഴുതി. അന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു തന്നു, അന്ന് ഞാൻ ചെയ്ത തിന്മക്കുള്ള ശിക്ഷയാണിത്. അന്ന് വാപ്പനോട് കളവ് പറഞ്ഞതിന്റെ ശിക്ഷയാണിത്. അള്ളാഹുവിനെ തോന്യാസം ചെയ്തിട്ട്, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് കള്ളം പറഞ്ഞതിന് വാപ്പന്ന് സംസാരിച്ചത് പോയതിന്റെ പ്രതിഫലമാണിത്. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങൾ തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞ യുവാക്കളെ ഉപദേശിക്കുന്ന അബ്ദുല്ലാഹ് ഉമർ ബാനഉമ ചരിത്രമായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് ആലോചിക്കുക. ഒന്ന് മോശമായിട്ട് പറഞ്ഞതാ, ഇതിന് 2 മെസ്സേജാണ്. ഒന്ന്, നമ്മുടെ മക്കൾ തിന്മയിലും ലഹരിയിലും അടിമപ്പെട്ടാൽ പിന്നെ അള്ളാനെ പേടിക്കുന്ന പ്രശ്നമില്ല. അവർ ഡീസന്റ് ആയിട്ട് സത്യം പറയും, വല്ലാഹി പറയും. മറ്റൊന്നോ, മാതാപിതാക്കൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയാൽ അള്ളാഹു ആ കുട്ടിയെ ശിക്ഷിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൻ്റെ അങ്ങനത്തെ വാക്ക്, മക്കൾക്കെതിരെയുള്ള ഒരു പ്രാർത്ഥന ഉറപ്പായിട്ടും അള്ളാഹു വരും. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ സൂക്ഷിക്കുക. ഏതെങ്കിലും താൽക്കാലികമായ വിരോധത്തിന്റെ പേരിൽ നമ്മുടെ കുട്ടി നല്ല കുട്ടിയാണ്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ശുദ്ധന്മാരാണ്. നമ്മളുടെ സഹവാസം, നമ്മളുടെ മര്യാദക്കേടുകൾ, നമ്മളുടെ ജീവിത ശൈലി, നമ്മളുടെ വിദ്യാഭ്യാസം നൽകുന്നതിലെ വേർതിരിവ്, നമ്മളുടെ മതവിദ്യാഭ്യാസത്തിനെതിരെയുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ കാരണമല്ലാതെ നമ്മളെ മക്കൾ കേടുവരുന്നില്ല. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തിന്മ അരങ്ങുവാഴുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളെയും നമ്മുടെ പെൺകൊടിമാരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് കൊടുക്കുന്ന എല്ലാ തമാശകളും നമ്മുടെ വായിൽ നിന്ന് വരുന്ന തമാശകളായി മാറട്ടെ. നമ്മൾ അവരുമായിട്ട് എന്ന് ഗ്യാപ്പ് വരുന്നോ അപ്പൊ ഇപ്പൊ അങ്ങനെയാണ്. വീട്ടില് വിരുന്നു പോയാൽ നിങ്ങളെ മോളെവിടെ അല്ലെങ്കിൽ മോനെവിടെ എന്ന് വെച്ചാൽ ഓമ ഇലയുണ്ടെന്ന് പറയും. മോനെ താഴ്ത്താൻ പാപ്പാക്ക് കഴിയുന്നില്ല. ഈ അതിഥിക്ക് പോലും അവന്റെ മുഖമൊന്ന് കാണിക്കാൻ, അവളുടെ മുഖമൊന്ന് കാണി, ഓള് MBBS ആണ്, ഓ മറ്റൊന്ന് ഇന്നതാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ റൂമിലാണ്. ഈ റൂമിൽ ആരാ? മലക്കാണ് ഇരിക്കുന്നത്, മനുഷ്യനായിരിക്കുന്നത്. ഏത് നിമിഷവും പിശാച് പിടിച്ചാൽ ആ പിടിക്ക് തലവെച്ച് കൊടുക്കുന്ന അത്ര ഈമാനുള്ള മോനാ മേലെ കുത്തിരിക്കുന്നത്. ഇത് വാപ്പ ചിന്തിക്കാറില്ല. എന്റെ മോനല്ലേ, ഓൻ കേടുവരില്ല എന്നാ വിചാരിക്കും. കേട് വന്നൊരു കുട്ടിയെയും ഇന്ന് തിരിച്ചറിയാത്ത വിധത്തിലാണ് തിന്മ കിടക്കുന്നത്. നമ്മളെ എവിടെന്നാ രക്ഷപ്പെടുക? നിയമപാലകരാണ് ഇതിന്റെ പിന്നിൽ. എന്ത് പിടിച്ചു കൊണ്ടുപോയാലും ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഇവിടത്തെ ഭരണവൃത്തത്തിലെ പ്രഗത്ഭരായ ആളുകൾ അവരവരുടെ പോർട്ടുകളിൽ ഈ കെമിക്കലുകളായിട്ട് ഇത് ഇറക്കുന്നു. അവരവരുടെ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്ന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് പിടിക്കപ്പെട്ടാൽ കേസ് വരാത്ത വിധത്തിലുള്ള ഗ്രാമുകളിൽ ഇത് ചെറിയ പൈതങ്ങളായ നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അള്ളാനെ ഓർക്കുന്ന, അള്ളാനെ സൂക്ഷിക്കുന്ന നമ്മൾ വിശ്വാസം കൃത്യമാക്കുക. ചെയ്തുപോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തിരുത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഏറ്റവും നല്ല മനുഷ്യരായാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി ചില ആളുകൾ തൗഹീദൊക്കെ റെഡിയായിരിക്കും, നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാകും, പക്ഷെ സ്വഭാവത്തിൽ ഭയങ്കര ദൂഷ്യം ഉണ്ടാവും. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ കുറച്ച് സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകരെ എന്ന സ്ത്രീ അവർ നമസ്കരിക്കും, അവർ സക്കാത്ത് കൊടുക്കും, അവർ നോമ്പ് വെക്കും, പക്ഷേ അവരുടെ നാവിൽ മുഴുവനും അസഭ്യമാണ്. റസൂൽ എന്താ പറഞ്ഞത്? ആ സ്ത്രീയുടെ നാവ് നരകത്തിലേക്കുള്ളതാണ്. അതായത് എല്ലാം ചെയ്യും, സ്വഭാവത്തിൽ നമുക്ക് ദൂഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ പറ്റിയിട്ട് അള്ളാഹ്ക്ക് ചിലപ്പം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എല്ലാ ഇബാദത്തും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഈമാൻ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായില്ല. ആൾക്കാർ നമ്മളെ മുത്തഖി എന്ന് വിളിക്കും, ആൾക്കാർ നമ്മൾ മുജാഹിദിന്റെ വലിയ ആളാന്ന് പറയും, ആൾക്കാർ നാട്ടിലെ വലിയ സംഭവമാണെന്ന് പറയും, ആൾക്കാർ അയാൾ നല്ല ധർമ്മിഷ്ഠനാണെന്ന് പറയും, എല്ലാം പറയും. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുക തഖ്വയുള്ളവനാണ്. അതുകൊണ്ട് ചിലപ്പോൾ പരലോകത്ത് നമുക്ക് ഇതിന്റെ ഒന്നും പ്രതിഫലം ഉണ്ടാവില്ല. നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചോളൂ. ആളുകളുടെ അഭിനന്ദന പ്രവാഹമോ ആളുകളുടെ ജനാസയിലെ തിക്കും തിരക്കോ നമ്മളെ സ്വർഗത്തിൽ എത്തിക്കൂല പ്രിയപ്പെട്ടവരെ. മഹാനായ അബൂദർ അൽ ഗഫാരി ഏകനായി വന്ന് 30 ദിനരാത്രങ്ങൾ കഅബാലയത്തിന്റെ ഓരത്തൊളിഞ്ഞിരുന്ന് അള്ളാന്റെ റസൂലിന്റെ ദീന് കേട്ട് പഠിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒറ്റക്ക് പോയിട്ട് പുറത്തിറങ്ങിയിട്ട് ദീന് പറഞ്ഞു. അടികിട്ടി ബോധം കെട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് സഹാബാക്കൾ കൊണ്ടിരുന്നുണ്ട്. റസൂല് പറഞ്ഞ്, സൂക്ഷിക്കണം അബൂദറെ,
സൂക്ഷിക്കണം. അബൂദർ പിന്നെയും പോവാണ്, പിന്നെയും ദീന് പറയുന്നു, അടി കിട്ടുന്നു, തിരിച്ചു വരുന്നു. എപ്പോഴും അടി കിട്ടുന്ന സഹാബിയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർ ഇനി നാട്ടിലേക്ക് പൊയ്ക്കോളി, അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് അള്ളാന്റെ റസൂലും സഹാബത്തും ഒരു യുദ്ധഭൂമിയിൽ എതിരാളികളെ കാറ്റ് വിശ്രമിക്കുന്ന സമയത്തിന്റെ ഒരു വലിയ സംഘം അങ്ങ് ദൂരെ നിന്ന് വരികയാണ്. അള്ളാന്റെ റസൂലും കൂട്ടരും കണ്ടു. വരുമ്പോ മെലിഞ്ഞ കാലുള്ള അബൂദർ അൽ ഗഫാരിയാണ്. അള്ളാന്റെ റസൂലിനോട് പറയാ, അള്ളാന്റെ റസൂലെ അസ്സലാമു അലൈക്കും, ഞാൻ അബൂദർ അൽ ഗഫാരിയാണ്. എന്റെ പിന്നിലിരിക്കുന്നത് അന്ന് റസൂൽ എന്നെ പറഞ്ഞയച്ചില്ലേ, ഞാൻ നേരെ എന്റെ അനുജൻ അനീസിനോട് ഈ ദീന് പറഞ്ഞു കൊടുത്തപ്പോ അനീസ് വേഗത്തിൽ സ്വീകരിച്ചു. ഞാനും അനീസും ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ വേഗം സ്വീകരിച്ചു. ഞങ്ങൾ മൂന്നാളും തൊട്ടടുത്ത ഞങ്ങളുടെ കുടുംബക്കാരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഗഫാർ ഗോത്രം മുഴുവനും ഞങ്ങൾ അരിച്ചു പിറക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരോട് ഞങ്ങൾ പറഞ്ഞു. അവരെല്ലാവരും നെഞ്ചേറ്റി. തൊട്ടടുത്ത ഗോത്രമായ അസ്ലം ഗോത്രത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഒരുപാട് ആളുകളും യുവാക്കളും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് ദീന് പറഞ്ഞു കൊടുത്തു. ഇന്ന് റസൂലെ, എന്റെ ബേക്കിൽ നിൽക്കുന്ന ഈ വലിയ രണ്ട് സംഘങ്ങൾ ഗഫാർ ഗോത്രവും അസ്ലം ഗോത്രവുമാണെന്ന് പറഞ്ഞ അള്ളാന്റെ റസൂൽ അബൂദർ അൽ ഗഫാരിയെ കെട്ടിപ്പിടിച്ച്, അബൂദറേ, ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാന്റെ മാർഗത്തിൽ ഏറ്റവും വലിയ ജിഹാദ് നടത്തിയ മോനാണ് നീ എന്ന അഭിനന്ദനം പറഞ്ഞു. ഈ അബൂദർ അൽ ഗഫാരി ഇന്ന് എവിടെയാ കിടക്കുന്നതെന്നറിയോ? നമ്മളൊക്കെ മക്കയും മദീനയും കണ്ടവരാൻ, ബഖീഉൽ കണ്ടവരാൻ, അതേപോലെ മറ്റുള്ള പല മഖബറകളും കണ്ടവരാൻ, സന്ദർശിച്ചവരാൻ. അവിടെയൊക്കെയും പല സഹാബാക്കൾ ഉണ്ട് എന്ന് കണ്ടവരാൻ, പല സഹാബാക്കളും ഉണ്ട് എന്ന് കേട്ടവരാൻ. അവിടെ ഈ അബൂദറിനെ നിങ്ങൾ കാണില്ല, അബൂദറിനെ മക്കയിൽ നിങ്ങൾ കാണില്ല, അബൂദറിനെ നിങ്ങൾ മദീനയിൽ കാണില്ല. ഷാമിന്റെ ഓരത്തങ്ങകലെ ആളുകളില്ലാത്ത വിജനമായ ഭാഗത്ത് റബദ എന്ന സ്ഥലത്താണ് അബൂദർ അൽ ഗഫാരിയെ മറമാടിയിട്ടുള്ളത്. യാത്രക്കാരായ 2-3 പേരാണത്രേ അന്ന് ജനാസ നമസ്കരിച്ചത് എന്ന ചരിത്രം. ആ അബൂദറിനെ പറ്റിയിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഏകനായി വന്ന്, ഏകനായി ഇസ്ലാം സ്വീകരിച്ച്, ഏകനായി ദഅവത്ത് നടത്തി. ഇന്ന് ഷാമിന്റെ റബദയിൽ ഏകനായി വിശ്രമം കൊള്ളുന്ന അബൂദർ അൽ ഗഫാരി, അയാൾ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ആളുകള് കൂടുക എന്നുള്ളതൊന്നും പ്രിയപ്പെട്ടവരെ ആരും മാർഗാക്കണ്ട. അത് കണ്ടിട്ട് നിങ്ങൾ ആരും അയാൾ കഴിച്ചലായി എന്ന് വിചാരിക്കണ്ട. ആദ്യം വേണ്ടത് എന്താ? ആളുകൾ വന്ന് പ്രാർത്ഥിച്ചാൽ റെഡിയാണ്, കൂലി കിട്ടും. പക്ഷെ എന്ത് പൂജ്യത്തിനെ ഈ കൂലി കൊണ്ട് ഗുണിച്ചാൽ പൂജ്യമായിരിക്കും. ഇപ്പുറത്ത് പൂജ്യാണെങ്കിലോ, ഈ മരിച്ച ആള് സംപൂജ്യനാണെങ്കിൽ 10,000 വന്ന് ഗുണിച്ചാലും പൂജ്യം തന്നെയായിരിക്കും. ഈ മനുഷ്യൻ ഈമാനുള്ളവനാണെങ്കിൽ അവന്റെ നമ്പർ 1 ആകും, ഗുണിച്ചാൽ ഇരട്ടിയാവും. അവൻ നന്മ ചെയ്യുന്നവനാണെങ്കിൽ, തിന്മ വിട്ടവനാണെങ്കിൽ, സുന്നത്ത് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള പ്രതിഫലങ്ങൾക്ക് ഈ ജനാസ നമസ്കരിച്ചവർ ഗുണിച്ചാൽ ഇരട്ടിയായിട്ട് അങ്ങോട്ട് മാറും. ആലോചിച്ചോക്കെ. അതുകൊണ്ട് നന്മ നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ ആലോചിക്കുക, സ്വന്തം ഭാര്യയ്ക്ക് നമ്മുടെ അഭിപ്രായം നമ്മളെ പറ്റിയിട്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാറക്കും അഹ്സനുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യയുടെ അടുക്കൽ നിലയുള്ളവനാണെന്ന, നിലയും വിലയും ആദരവും ഭാര്യയിൽ നിന്ന് അംഗീകാരവും ലഭിക്കുന്നുണ്ടെങ്കിൽ ദീനീ മാർഗത്തിൽ പൈസ എടുത്തിട്ടോളം വളച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുണ്ടെങ്കിലോ നല്ലോനാണ്. അയൽവാസിയുടെ കാര്യത്തിൽ റസൂൽ എന്താ പറഞ്ഞത്? അയൽവാസി വരും. കമ്മിൻ ജാരിൻ മുതഅല്ലികും ലിജാരിഹി യൗമൽ ഖിയാമ. നിങ്ങൾ അറിയോ എത്ര അയൽവാസികൾ അറിയും? നിങ്ങളുടെ കയ്യും പിടിച്ച് അള്ളാന്റെ മുന്നിൽ നിങ്ങൾ അയൽവാസി വരുന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞത്. എന്നിട്ട് അയൽവാസി ചോദിക്കും അത്രേ അള്ളാനോട്, യാ റബ്ബ് ഇസ്അൽ ഹാദാ, റബ്ബേ ചോദിക്ക്, ലിമാ അഗ്ലക ബാബഹു, എന്തിനാണ് അയാൾ വാതിലടച്ച് ജീവിച്ചതെന്ന് ചോദിക്ക് റബ്ബേ. ഗേറ്റ് അടച്ച് വലിയ അമ്പരച്ചുംബികളായ ഭവനമുണ്ടാക്കി, വലിയ ഉയർന്ന മതിൽക്കെട്ടുകൾ കിടത്തി, എന്നെ അയാൾ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അയാൾ ഗേറ്റ് അടച്ചിട്ടാ എന്നും ഉണ്ടാവുക. എന്റെ ഭാര്യ പിന്നിലൂടെ ആ ഡോറിലൂടെ പോകാറില്ല, അവിടെ അടച്ചിട്ടുണ്ടാവുക. എന്റെ മക്കൾ അവിടെ കളിക്കാൻ പോകാറില്ല, അവിടെ അടച്ചിട്ടുണ്ടാവുക. അങ്ങനെ ജീവിച്ച മനുഷ്യനാ. ചോദിക്ക് റബ്ബേ, വമനഅനി ഫള, അള്ളാഹു അയാൾക്ക് എത്ര ഫള് കൊടുത്തിട്ടുണ്ട് ചോദിക്ക്. അയാൾക്ക് ഒരുപാട് ഭക്ഷണം കൊടുത്തില്ലേ? അയാൾക്ക് വാഹനം കൊടുത്തില്ലേ? അയാൾക്ക് വസ്ത്രം കൊടുത്തില്ലേ? അയാൾക്ക് സമ്പത്ത് കൊടുത്തില്ലേ? അയാൾക്ക് ആരോഗ്യം കൊടുത്തില്ലേ? അയാൾക്ക് തണ്ടും തന്റെ ഇടവുമുള്ള കുറെ മക്കളെ കൊടുത്തില്ലേ? ആർക്കെങ്കിലും എനിക്ക് അയൽവാസിയായി എനിക്ക് ഉപകരിച്ചിട്ടില്ല, പടച്ചോനെ ചോദിക്ക് എന്താക്കിയതാണ് എന്ന് ചോദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഔദാര്യങ്ങളും ഫളലുകളും നിഅമത്തുകളും ബറകാത്തുകളും പ്രിയപ്പെട്ടവരെ അയൽവാസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് കൊണ്ടു തരുന്നതാണ്. അവിടെ ഉണ്ടാവും ഓരും ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ വെക്കുന്നവരാന്ന് വിചാരിച്ച പോരാ, കൊടുക്കണം. നമ്മക്ക് കൂലി കിട്ടണമെങ്കിൽ ഓലാടുന്ന് ഉണ്ടാക്കിയാൽ പോരാ, നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ. നമുക്ക് കിട്ടിയ ഏതും നമ്മുടെ വീട്ടിന്റെ മുറ്റത്തെ വാഹനം, ആ വാഹനം പോർച്ചിലിരിക്കെ, നമ്മൾ സിറ്റ് ഔട്ടിലോ ബെഡ്റൂമിലോ കിടക്കവേ അയൽവാസി ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി തന്റെ രോഗിയായ പിതാവിനെയും കൊണ്ട് റോട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നാൽ ഈ അയൽവാസി നമ്മളെയും പിടിച്ചു വരും പരലോകത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അയൽവാസികൾക്ക് നമ്മളെ പറ്റി അഭിപ്രായം വേണം. എല്ലാവരും ശ്രദ്ധിച്ചോളി. നല്ല തൗഹീദാണ്, മുവക്കീദാണ്, നമുക്കൊരു ധാരണയുണ്ട്. നമുക്ക് നമ്മളെ കൂട്ടരുടെ സ്നേഹം മതി, പറ്റൂല. മനുഷ്യരെ എല്ലാരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാകാൻ നമുക്ക് കഴിയണം. ഒരാളോടും ഒരു എതിർപ്പുണ്ടാവരുത് പ്രിയപ്പെട്ടവരെ.
അള്ളാഹുവിന്റെ റസൂലിനെ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രം ശൗര്യമുണ്ടായിരുന്ന യഹൂദ കുടുംബത്തിലെ ഒരു കുട്ടി മരണാശയ്യയിൽ കിടക്കുന്നു. അവൻ അയൽവാസിയാണ്. അള്ളാന്റെ റസൂൽ എന്താ ചെയ്തത്? റസൂൽ കടന്നു ചെല്ലുകയാണ് അവിടെ. പ്രവാചകൻ അലിയാർ തങ്ങളെ തന്റെ കട്ടിലിൽ തനിക്ക് പകരം കിടത്തി പുതപ്പെട്ട് അള്ളാന്റെ റസൂൽ രക്ഷപ്പെട്ടില്ലേ? സൗർ ഗുഹയിൽ അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ ഒരു കൂട്ടര് ചുറ്റം വെച്ചില്ലേ? അതുപോലുള്ള ഒരു വിഭാഗത്തിന്റെ കുടുംബത്തിലെ കുഞ്ഞനെയാ അള്ളാന്റെ റസൂൽ കാണാൻ പോകുന്നത്. എന്നിട്ടോ മരണാശയ്യയിൽ കിടക്കുന്ന വപ്രാളത്തോടെ കിടക്കുന്ന കുട്ടിയോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. യഹൂദപുത്രനോടാണ് റസൂലുള്ള. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. പ്രവാചകനെ അന്ന് അവർക്ക് പിടിക്കാം. അള്ളാഹുവിന്റെ റസൂല് നല്ലൊരു മനുഷ്യനാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ആദർശം കൊണ്ടാണ് അവർക്ക് വിരോധമുണ്ടായിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടാൻ ഇങ്ങനെ അപേക്ഷിച്ചപ്പോ ആ കുട്ടി തന്റെ പിതാവിനെ നോക്കുമ്പോ പിതാവ് എന്താ പറഞ്ഞറിയോ? അബുൽ ഖാസിം, അബുൽ ഖാസിമിന് അനുസരിച്ചോളി. അബുൽ ഖാസിം തന്നെ കാസിമിന്റെ വാപ്പ പറയുന്നത് കേട്ടോളി. കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അള്ളാന്റെ റസൂല് സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, മഹാനായ പണ്ഡിതൻ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ ക്രിസ്ത്യാനിക്ക് ഒരുപാട് കന്നുകാലികളും ആലയും ഒക്കെ ഉള്ള ആളായിരുന്നു. ആ ആലയിൽ നിന്ന് കന്നുകാലികളുടെ മാലിന്യം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഹസനുൽ ബസരിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരും. ഹസനുൽ ബസരി ഇതിങ്ങനെ വൃത്തിയാക്കും. ഇയാളോട് പറയില്ല. വർഷങ്ങളോളം പുറത്തുനിന്ന് നല്ല ബന്ധമൊക്കെയുള്ള ആളാണ്. സാധാരണ കാണുന്ന ഹസനുൽ ബസരിയെ കാണാനില്ല കുറച്ച് ദിവസം. അങ്ങനെ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഹസനുൽ ബസരി അന്വേഷിച്ചു വരികയാണ്. നോക്കുമ്പോൾ പറഞ്ഞു, 3-4 ദിവസം ഇയാൾ കട്ടിലാണ്, സുഖമില്ല, കിടന്നുപോയി. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ദുർഗന്ധം വമിച്ചിട്ട് മൂക്ക് പൊത്തി ആകെ നോക്കുമ്പം തൻ്റെ വീട്ടിൽ നിന്നുള്ള മാലിന്യം ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്നത് കണ്ടിട്ടാകെ വല്ലാതെ വിഷമായി. കയറിയിട്ട് പറഞ്ഞു, ഹസനുൽ ബസരിയോട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ നിങ്ങൾ ഇത്രയും മാലിന്യം എൻ്റെ വീട്ടിൽ നിന്നാണല്ലോ, ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? എന്നോട് ക്ഷമിക്കണം, പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാം, ഞാൻ ശരിയാക്കി തരാം. ഹസനുൽ ബസരി അതൊന്നും ഒരു വിഷയമല്ല, അത് നിങ്ങൾ കണ്ടതും മണത്തവും ഒക്കെ തന്നെ ഞാൻ ഈ 4 ദിവസം കട്ടിലായി പോയതുകൊണ്ടാണ്. അത് ഞാനങ്ങ് റെഡിയാക്കുന്നത്, അത് ഞാൻ റെഡിയായിക്കോളൂ, അത് ഞാൻ അസുഖമൊക്കെ മാറിയാൽ ഞാൻ ശരിയായിക്കോളൂ, ഞാനും എൻ്റെ ഓളും അതങ്ങ് റെഡിയാക്കും. അപ്പൊ ക്രിസ്ത്യാനിയായ ഈ അയൽവാസി പറഞ്ഞൊരു വാക്കുണ്ട്. അയൽവാസി ചോദിച്ച്, അല്ല എന്നാലും ഇത് എപ്പോഴാണ് ഇത് തുടങ്ങിയത്? നിങ്ങൾക്കൊരു വാക്കിനോട് പറഞ്ഞുകൂടായിരുന്നു, ഇതെപ്പോ തുടങ്ങിയതായിട്ട് ഇങ്ങനെ ഒളിച്ചു വരാൻ? ഹസനുൽ ബസരി പറയാ, 20 കൊല്ലായി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചോക്കെ, 20 കൊല്ലമായി അത്രേ അയൽവാസിയുടെ ചാണകവും മാലിന്യവും ഹസനുൽ ബസരിയുടെ വീട്ടിലേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇത്രയും കാലം അത് ഞാനും എൻ്റെ ഓളും എല്ലാം വാരിയിട്ട് പുറത്തേക്കും. ഹസനുൽ ബസരി പറഞ്ഞു. ഇദ്ദേഹം തല താഴ്ത്തി തിരിച്ചു പോവുകയാണ്. വീട്ടിൽ പോയിട്ട് കുളിച്ചു മാറ്റിയിട്ട് വീണ്ടും വന്നു ഹസനുൽ ബസരിയുടെ അടുക്കലേക്ക്. സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ ഡീല് കൊണ്ട് ഒരു മനുഷ്യനാകമാനം മാറുകയും അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നൽകുകയും ഹസനുൽ ബസരിയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം മുസ്ലിം ആവുകയും ചെയ്യും. നമ്മളെ അപ്പുറത്തൊരു പുളിൻ്റെ അല്ലെങ്കിൽ പാറി ഉരുണ്ട് തിരിഞ്ഞ് നമ്മളെ ബെൻസുമ്മലോ നമ്മളെ മുറ്റത്തോ വന്നാൽ നമ്മൾ മോനെ ഗൾഫിൽ നിന്ന് വരുത്തിക്കും, അത് ചോദ്യം ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്, അല്ലേ? ആലോചിച്ചേക്ക്, അപ്പുറത്തെ വീട്ടിലെ പൂച്ചയോ അപ്പുറത്തെ വീട്ടിലെ കോഴിയോ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് അപ്പിയിട്ടാൽ നമ്മളത് കോരും, രണ്ടൊന്ന് തോന്നിയാസം പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതേടത്തേക്ക് കളയുക. ഓന്റെ മുറ്റത്ത് ഓന്റെ അവകാശം കൊടുക്കുന്ന മാതിരി ഓനിക്ക് കൊടുക്കും, അല്ലേ? അപ്പുറത്തെ ബോൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കൊടുക്കൂല, അപ്പുറത്തെ അപ്പി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇതാണ് മുവഹിദുകളായ നമ്മളെ ഡീലത. അതുകൊണ്ട് തന്നെ അയൽവാസികൾക്ക് നമ്മളെപ്പറ്റി അഭിപ്രായമില്ലെങ്കിൽ ഈ റമദാനിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കയറുക, ഡോർ ടു ഡോർ അയൽവാസികളിലേക്കാവട്ടെ. എന്താണോ അയാൾക്കുള്ള പ്രയാസം അത് തീർത്തുകൊണ്ട് ഏറ്റവും നല്ല അയൽവാസികളായിരിക്കണം നമുക്ക് ചുറ്റും ഉണ്ടാകേണ്ടത്. എങ്കിലേ നമ്മൾ മുസ്ലിം പോലാകുന്നുള്ളൂ. അയൽവാസിയുമായിട്ടുള്ള എല്ലാ പ്രയാസം നമ്മൾ തീർത്തു കൊടുക്കണം. എല്ലാം പബ്ലിക്കിൽ നമ്മൾ 10,000 ചെലവഴിക്കുന്നവരും പബ്ലിക്കിൽ അറിയപ്പെടുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ അയൽവാസിക്കൊരു പക്ഷേ ഈ കുറ്റിയടിക്കുമ്പോൾ ഒരു സംശയമുള്ള സ്ഥലത്ത് അതുപോലും ഒന്ന് നീക്കിക്കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ആളായിരിക്കും നമ്മൾ, ചിരിക്കാത്ത ആളായിരിക്കും നമ്മൾ, സഹായിക്കാത്ത ആളായിരിക്കും നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദുള്ള മനുഷ്യന്മാരായിട്ട് നമ്മൾ ജീവിക്കുമ്പം അതിൻ്റെ സൗരഭ്യം അയൽവാസികൾ അറിയണം. അല്ലാതെ തൗഹീദ് പഠിച്ചു, തൗഹീദ് ശരിക്കും യൂട്യൂബിലൂടെ ഒക്കെ പഠിച്ചു, പ്രസംഗത്തിനൊക്കെ ദൂരത്ത് പോകുന്നു, വീട്ടിലുള്ള ആളുകളെ തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഓനായിട്ട് ഇങ്ങനെ ജീവിച്ചു മരിച്ചാലും നമ്മൾ രക്ഷപ്പെടൂല. ഉത്തരവാദിത്തന്റെ പുറത്ത് കുറെ ആളുകൾ, അതുകൊണ്ടാണ് കുറെ ആളുകളെ പലരും വെറുക്കുന്നത്. പല പണ്ഡിതന്മാരെയും പല എതിരാളികൾക്കും കണ്ടുകൂടാത്തത് എന്തുകൊണ്ടാ? നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമുക്ക് ദീന് തരുന്ന പണ്ഡിതന്മാരോട് അവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാ? ആ പണ്ഡിതന്മാരുടെ സംസാരം അവർക്ക് പിടിക്കാത്തത് കൊണ്ടാണ്. ആ പണ്ഡിതന്മാർ പറയുന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ പണ്ഡിതന്മാർ സഗൗരവത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കൊണ്ടാണ് പല ആളുകൾക്കും അയാളോട് വെറുപ്പും അത് സംഘടിപ്പിച്ച് നമ്മളോട് വെറുപ്പില്ലായ്മയും ഉണ്ടാകുന്നത്. നമ്മളത് പറയുന്നില്ല എന്നതുകൊണ്ടാണ്. അതിന്റെ സുഖം അനുഭവിച്ച് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കടന്നു കളയാമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാനിൽ
നമ്മൾ സ്ഫുടം ചെയ്തെടുത്ത നല്ല മുഅ്മിനുകളായി മാറുക. എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞുകൊണ്ടിട്ട് പടച്ചവൻ ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളാകാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക. കാരണം ഏത് നിമിഷവും നമ്മൾ ഈ നാട്ടിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്കറിയാലോ, എല്ലാവരെയും ബേജാറെന്താ അറിയോ? ഞാൻ മരിച്ചാൽ എൻ്റെ മോനെന്താവും, ഞാൻ മരിച്ചാൽ എൻ്റെ വീടെന്താവും, എൻ്റെ പ്രോപ്പർട്ടി എന്താ, അതൊക്കെ നമ്മൾ നടത്തിയതിനെക്കാട്ടും ഭംഗിയിൽ ചിലപ്പോൾ നടന്നു പോകും. ചിലപ്പോൾ അല്ല, 100%. മക്കള് ചിലപ്പോൾ യത്തീംഖാനയിൽ നിന്ന് ഈ അടുത്ത് റോഡിന് ഇങ്ങനെ കൈകാട്ടി ലിഫ്റ്റ് ചോദിച്ചൊരു ചെറുപ്പക്കാരൻ, നന്ദിദാറുസലാമിലൊരു കുട്ടിയാണ്. ഞാൻ വണ്ടി നിർത്തി കയറ്റി, ഞാനും ഹോസ്റ്റലിലൊക്കെ പഠിച്ച ആളെന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഹോസ്റ്റല്, അടിപൊളിയാണോ, AC ഉണ്ടോ? AC ഉണ്ട്. കട്ടിലുണ്ടോ? കട്ടിലുണ്ട്. കിടക്കയുണ്ടോ? കിടക്കയുണ്ട്. ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ബിരിയാണിയൊക്കെ കിട്ടുമോ? ബിരിയാണി കിട്ടുമോ എന്ന് വെക്കാക്ക. അവൻ പറയുന്നു എല്ലാവരും സ്ഥിതി, നമ്മളൊക്കെ യത്തീംഖാനന്റെ ഒക്കെ സ്ഥിതിയാണ് പറയുന്നത്. എല്ലാ ദിവസവും മന്തിയും ബിരിയാണിയും സുഭിക്ഷതയും. നമ്മളൊക്കെ വെറും നിലത്ത് കിടന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. വെറും കട്ടിലായിരുന്നു പിന്നീട് കിട്ടിയിരുന്നത് സീനിയർ ആയപ്പോൾ. കാരണം അത്രയും ദുർബലതയായിരുന്നു, അത്രയും ദാരിദ്ര്യമായിരുന്നു. അവിടുത്തെ ഭക്ഷണവും അതുപോലെ ഒരു മിനിമം ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിനേക്കാളും ഇഷ്ടം ആ ഹോസ്റ്റലിലെ ഭക്ഷണമായിരുന്നു. കാരണം അത്രയും ഗതി ഉണ്ടായിരുന്നില്ല നമ്മളെ വീട്ടിൽ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലായിടത്തും ആളുകൾ, ഒരു സമൂഹമുണ്ട് നമ്മുടെ ആളുകളെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ബേജാറാണ് നമ്മളെ മക്കൾ എന്താവും എന്നുള്ളതിനെ പറ്റി. ഭാര്യയെ ഓൾ നല്ല നാട്ടുകാരാണ് ചുറ്റെങ്കിൽ ഓളെ വേഗം കെട്ടിക്കും. ഓൾ അങ്ങനെ ഒറ്റക്ക് കിടത്തൂല, വേഗം കെട്ടിച്ചയക്കും. നാട്ടുകാരും കുടുംബക്കാരും കയറി അവൾ വേറൊരാളുടെ സംരക്ഷണത്തിലാകും. എല്ലാം അങ്ങനെയാകും. നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ നോക്കിയതെങ്കിൽ നമ്മളുടെ മരണത്തോടു കൂടി മാതാപിതാക്കളെ അടുത്ത ബന്ധുക്കൾ വന്നു നോക്കും. അങ്ങനെ അവരൊക്കെ സുരക്ഷിതായിരിക്കും. നമ്മളെ നോക്കാൻ മരിച്ചു കിടക്കുന്ന പഞ്ഞിയുമായി ഇവിടെ നിന്ന് ഖബർസ്ഥാനിലേക്ക് പോയ നമ്മളെ നോക്കാൻ ഒരാളും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ അമലസ്വാലിഹാത്തുകളല്ലാതെ. അതുകൊണ്ട് അമലസ്വാലിഹാത്തുകൾ ചെയ്യുക എന്നത് എളുപ്പമാണ്, ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന വ്യാധി, ബേജാറ്, സഹാബത്ത് കാണിച്ച പേടി നമ്മളും പേടിക്കണം. കാരണം അള്ളാന്റെ ഖുർആൻ കണിശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു നിശ്ചയമായും സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നാളെ സ്വർഗത്തിലെത്താൻ സാധിക്കും. ചെയ്തിരിക്കുന്ന തിന്മകൾ ഇരുന്ന് പറയുക അള്ളാഹിനോട്, പടച്ചോനെ പുറത്ത്. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നതെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന തൗബയുടെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ അടയാളമാണ് നമ്മൾ ചെയ്ത തിന്മ അല്ലാഹു മൂടി വെക്കുക എന്നുള്ളത്. ആദ്യം ചെയ്യുന്ന പണി അതാണ്. അത് കിട്ടിയാൽ തന്നെ പോലെ. നമ്മൾ ആലോചിച്ച്, ഈ സമൂഹത്തിൽ നമ്മളെ മക്കളെ മുന്നിൽ, നമ്മളെ മോളെ പുതിയാപ്പിളിന്റെ മുമ്പിൽ, നമ്മളെ മോൻ്റോളെ മുമ്പിൽ നമ്മൾ മഹാഭാവിയായിട്ടൊരു പത്രത്തിലോ അല്ലെങ്കിൽ നാട്ടുകാരെ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചാറ്റ് അവരൊക്കെ ഉള്ള ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക, ഇതാ ഇന്ന സ്ത്രീയായിട്ട് ഇന്നൊക്കെ നടന്നിട്ടുണ്ട്, ഇന്നതൊക്കെ നടന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയേ, എന്തിനു പറ്റും പ്രിയപ്പെട്ടവരെ? ഇനി അത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ തന്നെ നമ്മളെ കുടുംബക്കാർ വിചാരിച്ചോ? ഉളുപ്പില്ലായ്മ കൊണ്ട് ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആയാലും പരലോകത്ത് നമുക്ക് കിട്ടുന്ന അവസ്ഥ എന്താ ആലോചിച്ച് നോക്കി. ഇനി നമ്മൾ നന്നായി എന്ന് വിചാരിച്ചോ? പല ആളുകളും നിങ്ങൾക്കറിയോ, ഇപ്പൊ ഉളുപ്പില്ലായ്മ ഒരു ട്രെൻഡായിട്ട് മാറുകയാണ്. ഉളുപ്പില്ലായ്മ ഒരു ട്രെൻഡായിട്ട് മാറുകയാണ്. കാരണം റീൽസിലൊക്കെ ജസ്റ്റ് ഒന്ന് ഈമാൻ കുറയുമ്പോഴത്തേക്ക് റീൽസിലെത്തുകയാണ് പെണ്ണുങ്ങൾ. എന്നിട്ട് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ അവള് നന്നായാൽ ഓള് മുത്തക്കിയായി, ഓള് പർദ്ദയും നിക്കാബൊക്കെ ഇട്ട് നല്ല മോളായി. പക്ഷേ ഓളെ സംഗതി ഇങ്ങനെ ഉരുളുന്നുണ്ടാവും റീൽസിൽ. പിടുത്തം കിട്ടാത്ത വിധത്തിൽ അതിങ്ങനെ പറക്കും. ഒരു മലമുകളിൽ നിന്ന് ഒരു പഞ്ഞിക്കെട്ട് പരത്തിയിട്ട് തിരിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടുമോ പ്രിയപ്പെട്ടവരെ? അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈമാൻ കുറയുമ്പോൾ നമ്മൾ എടുക്കുന്ന തോന്നിയാസം ഉണ്ടല്ലോ, ഇത് വേഗം വീഡിയോയിൽ എടുത്തിട്ട് റീൽസ് ആക്കി. എന്നിട്ട് വാപ്പനോട് മക്കൾ ചോദ്യം ചെയ്യും. സിഗരറ്റ് വലിക്കുന്ന വാപ്പാക്ക് കഞ്ചാവ് അടിക്കുന്ന മോനെ ഉപദേശിക്കാൻ കഴിയൂല. ആദ്യം നിങ്ങൾ കഞ്ചാവ് നിർത്തുന്നറിയും. നമ്മൾ പല മക്കളെയും മോനെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താം, എന്നൊരു കൗൺസിലിംഗിന് വിധേയമാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മോൻ പറയുന്നത് അറിയോ? ആദ്യന്റെ വാപ്പ നിങ്ങൾ കൊണ്ടുപോകും. മോൻ പറയുന്നത് അതാ, ആദ്യന്റെ വാപ്പ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, എന്റെ ഉമ്മ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നാണ് പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രണയത്തിൽ കുടുങ്ങിയിരിക്കുന്ന കുട്ടികളോട് പ്രണയത്തിന്റെ അപകടത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓളവായിന്ന് വരുന്ന എന്താ അറിയോ? എന്റെ ഉമ്മക്കുണ്ടും പ്രണയം, എന്റെ ഉമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന തിന്മകൾ അഭിമാന പുരസ്സരം മക്കളെ മുന്നിൽ വിളമ്പുന്ന രക്ഷിതാക്കളെ നമ്മളെ തല താഴ്ത്തുക വരും. അതുകൊണ്ട് തോന്നിവാസ്യങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതേതു തിന്മകളും ഏറ്റുപറഞ്ഞ് മായ്ച്ചു കളയുക. ഇനിയോ മുൻകാലങ്ങളിൽ കടന്നു വന്ന ആളുകൾ, നിങ്ങൾക്കറിയില്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉഖാള ചന്തയിലെ പോക്കിരി എന്നാണ് ചരിത്രത്തില് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. എല്ലാ തോന്നിയാസങ്ങളിലും മുഴുകെ ജീവിച്ചിരുന്ന ഉമറിന്റെ ചരിത്രം എന്താ? ആ ഉമർ ഇസ്ലാം സ്വീകരിക്കുമ്പോഴത്തേക്ക് അള്ളാന്റെ റസൂലിനെ നൂറുകണക്കിന് ആളുകൾ വിശ്വസിച്ച സമയത്താ ഉമർ ഇബ്നു ഖത്താബ് കടന്നു വരുന്നത്. പല ആളുകളും രഹസ്യ ജീവിതത്തിൽ ഇങ്ങനെ ദീന് കൊണ്ടുനടന്നു. പരസ്യമായിട്ട് പറയാൻ പേടിയായിരുന്നു. പരസ്യ പ്രബോധനത്തിന് പേടിച്ചിരുന്ന കാലത്താ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന പോകുന്നത്, അല്ലാഹുവേ അബൂജഹലിനെ കൊണ്ടോ ഉമറിനെ കൊണ്ടോ ഞങ്ങളുടെ സംഘത്തെ നീ ശക്തിപ്പെടുത്തണേ എന്നുള്ള
റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചപ്പോ ഉമർ ബിൻ ഖത്താബിന് ഹിദായത്ത് വരികയാണ്. ആ ഉമർ ബിൻ ഖത്താബാണ് പിന്നെ രണ്ടാമത്തെ ഖലീഫയാകുന്നത്. നോക്കണം, ഉഖാവ ചന്തയിലെ ഏറ്റവും പോക്കരിയായ അള്ളാഹിന്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖിനെയും പലതവണ ലക്ഷ്യം വെച്ച് വാളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഉമറിനെ അള്ളാഹുവിന്റെ റസൂലിന് അടുത്ത ഖലീഫയായി അബൂബക്കറിന് ശേഷം നിശ്ചയിക്കാനുള്ള ഒരു താല്പര്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായത് അബൂബക്കർ സിദ്ദീഖ് സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ് ഉമർ ഖത്താബ് എന്താകുന്നത് രണ്ടാം ഖലീഫയാകുന്നത്. അതായത് ജാഹിലിയ്യത്തിൽ ജീവിച്ചത് കൊണ്ടും ഒരുപാട് തിന്മ ചെയ്തുകൊണ്ട് ഇനി എങ്ങനെ നന്നാവും, ഇനി എന്താക്കാനാ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. തൗബന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അള്ളാഹു ഒരു മനുഷ്യന് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്തു. തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. വീണ്ടും അയാൾ തെറ്റ് ചെയ്തു, അപ്പൊ അയാൾ വിചാരിക്കും ഇനി പോയിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു വീണ്ടും തൗബ ചെയ്യും, വീണ്ടും തരുന്ന, വീണ്ടും പോയാൽ വീണ്ടും തരും എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യാ പോവുക. പല ആൾക്കാരുണ്ട്, ലൊഹറിസ്കരിക്ക് അസ്തഗ്ഫിറുല്ലാഹ് പറയും, എന്നിട്ട് തെറ്റ് ചെയ്യും. അസറിന് വരും, അള്ളാഹുവേ എന്നോട് പറ്റിപ്പോയി അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെയും പോവും, പിന്നെയും ഓനാ തെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ, അയാൾ അവസാനം എങ്ങനെയാണോ മരിക്കുന്നത് ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ശിക്ഷ എടുക്കുകയും ചെയ്യാം. നേരെ മറിച്ച് തൗബ ചെയ്തിട്ട് എത്രയോ പാപമംഗലമായ ആളുകളായാലും പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് പുറത്തു തരും. അത്രയും കാരുണ്യവാനാണ് പടച്ചവൻ. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളത്. അതുകൊണ്ട് ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഇന്നഹു കാന ഗഫാറ, അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണെന്നാണ് പറഞ്ഞത്. മനുഷ്യന്മാരെ പൊറുക്കലും റബ്ബിന്റെ പൊറുക്കലും തമ്മിൽ വ്യത്യാസം എന്താ അറിയോ? ഇപ്പൊ നമ്മൾ തമ്മിൽ നല്ലൊരു കച്ചവടം തുടങ്ങി, നമ്മൾ തമ്മിൽ അതിന്റെ ഇടയിൽ എന്തായി, ക്ലാഷായി, അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാസ് കേട്ടപ്പോൾ നന്നാകാൻ തോന്നി. ഞങ്ങൾ രണ്ടാളും നന്നായാലും പിന്നെ ഞങ്ങളെ കച്ചവടത്തിന് നിൽക്കൂല. ഒരു മിനിമം നന്നാകല്ല നമ്മൾ ഇങ്ങനെ പോവുക ചെയ്യാം. മനുഷ്യന്റെ പൊറുക്കലിന്റെ പരിധി അതാ. പുറത്തൊക്കെ കൊടുക്കും നമ്മൾ. പിയാപ്പിളിനോട് തെറ്റി നടന്ന അമ്മോശെ പൊറുക്കും, പിന്നെ സലാം ചൊല്ലു വലൈക്കും അസ്സലാം. ഇവിടുന്ന് അങ്ങോട്ട് നല്ലാണ്ട് പിയാപ്പിളിന്റെ പണ്ടത്തെ മാതിരി എടുത്ത് തോളിൽ വെക്കാനും ഓമനിക്കാനും നമ്മൾ നിൽക്കൂല. നമ്മൾ ഏതൊരു ചങ്ങാതിമാരോട് തെറ്റിയാലും കുടുംബക്കാരോട് തെറ്റിയാലും നമ്മൾ നന്നാകാറുണ്ട്. ഭൂരിപക്ഷം മുവഹിദുകളും നന്നാവാറുണ്ട്. നന്നാവാത്തവന്റെ കാര്യം പോക്കാണ്, അത് വേറെ. ഈ നന്നായ ആളുകൾ എന്ത് ചെയ്യില്ല, പഴയതുപോലെ ആവൂല, അല്ലേ? പഴയതുപോലെ പണ്ടത്തെ ഇന്റിമേസി നമുക്ക് അവരോട് ഉണ്ടാവില്ല. കാരണം നന്നാക്കി അടവെക്കൂ, നന്നാക്കി റെഡിയാക്കി അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരു നന്നാകൽ. എന്നാൽ അള്ളാഹ് അങ്ങനല്ല. അള്ളാഹ് മുൻപാപങ്ങൾ ചെയ്ത, മഹാപാപങ്ങൾ ചെയ്ത ആളുകൾ ഇസ്തിഗ്ഫാറുമായിട്ട് വന്നാൽ അള്ളാഹ് പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, അവർക്ക് ഉന്നതമായ ദറജയിലേക്ക് അവരെ കൊണ്ടുപോവുക, അവരെ ഇമാമുകൾ വരെ ആക്കുന്ന, അവരെ ഉന്നതിയിലെത്തിക്കും, വമ്പിച്ച ദറജ അവർക്ക് നൽകും. ഇനി മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, യുർസിലി സമാ അലൈക്കും മിദ്റാറ, ഇസ്തിഗ്ഫാർ നടത്തിയ ആളുകൾക്ക് അല്ലാഹ് പറയാണ് ആകാശ ലോകത്ത് നിന്ന് അവർക്ക് ഭക്ഷണം നൽകും. വയുംദിദുകും ബി അംവാലിൻ വബനീന, ആരെങ്കിലും ഒരാൾ പാപം ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ വയുംദിദുകും ബി അംവാലിൻ, അവർക്ക് സമ്പത്ത് നൽകും പടച്ചോൻ. ബി അംവാലിൻ വബനീന, അവർക്ക് മക്കളെ തരുന്ന. മക്കളെ കിട്ടണോ? ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി എന്നാ ഖുർആൻ. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവന് സന്താനത്തെ അല്ലാഹു നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, കളകളമൊഴുകുന്ന സ്വർഗം, അല്ലാഹു അരുവികളുള്ള സ്വർഗം അല്ലാഹു അവർക്ക് നൽകും. എന്തൊക്കെയാ ഇസ്തിഗ്ഫാറിൽ കിട്ടുന്നത്? അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നിന്ന് ഇതൊരു കാരണം നമുക്ക്. ഈ റമദാൻ നിങ്ങൾക്കറിയോ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, 2 ആളുകളുടെ മരണം പഠിപ്പിച്ചു കൊടുത്തു. ഒരാൾ ഷഹീദായിട്ടായിരുന്നു മരിച്ചിരുന്നത്. പിന്നീട് അല്പം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ സാധാരണ മരണം മരിച്ചു. റസൂൽ പറയുകയാണ്, സ്വർഗത്തിൽ ഈ ഷഹീദായ മനുഷ്യനെക്കാട്ടും ദർജയിൽ ആ സാധാരണ മരണം മരിച്ച ആളെ കണ്ടു എന്നാ. സഹാബികൾ ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, ഷഹീദുകളെക്കാളും മുൻകടക്കാൻ മാത്രം എന്താ അവിടെ സംഭവിച്ചു ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഈ ഷഹീദായ ആള് ഷഹീദായി മരണപ്പെട്ട് പിരിഞ്ഞ ശേഷം പിന്നെ ജീവിച്ച ഈ സാധാരണക്കാരൻ ഒരു റമദാൻ കടന്നു വന്ന അയാളെ ജീവിതത്തിൽ, ആ റമദാൻ കൊണ്ട് അയാൾ എന്ത് ചെയ്തു, പലതും നേടി ഇയാളെ മുൻകടന്നു. ഒരൊറ്റ റമദാൻ മതി, ഈ ഒരു റമദാൻ മതി പ്രിയപ്പെട്ടവർ. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, നമ്മളിൽ പലരും അടുത്ത റമദാനിൽ ഉണ്ടാവില്ല. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, നമ്മളിൽ പലരും അടുത്ത റമദാനിൽ ഉണ്ടാവില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മളിൽ പലരും ആരാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും. ആരായാലും അള്ളാഹു ഹിദായത്തോടു കൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്തായാലും പ്രിയപ്പെട്ടവരെ, മരണം കടന്നു വരിക തന്നെ ചെയ്യും. ആ മരണത്തിന്റെ മുന്നിൽ അമൽസ്വാലിഹാത്തുകൾ കൊണ്ടുള്ള പ്രതിരോധമല്ലാതെ ഒരു കെയർ ഓഫിലും നമുക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ മരണം വരുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ റമദാൻ എൻ്റെ അവസാനത്തെ റമദാനായിട്ട് കാണാം. ഞാൻ എൻ്റെ ക്ലാസിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല, അള്ളാഹിനെ ഓർത്തിട്ട് പറയാണ്, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക, നല്ല മനുഷ്യന്മാരായ. നമ്മളെ വൃന്ദത്തിലുള്ള ആളുകൾ മാത്രം നമ്മളെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ പോരാ, നമ്മുടെ പുറത്തുള്ള അവിശ്വാസികൾ അടക്കമുള്ള ആളുകൾ നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറയണം. എതിർ സംഘടനക്കാർ, അവർക്കും നമ്മളെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ സ്വഭാവം നന്നാക്കുക എന്നല്ലാതെ മറ്റൊരു ഡീലിലൂടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നല്ല കൂട്ടരായിട്ട് ജീവിച്ച് മരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
പുറത്തു തെരുമാറാവട്ടെ. മക്കളുമായിട്ടുള്ള ഏറ്റവും നല്ല ഇൻറ്റിമസി നമ്മൾ തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. മക്കളുടെ ഏതൊരു മാറ്റവും ചോദിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക്. ഒരു മോൻ്റെ മുഖം ചോന്നാൽ എന്താ ഇനി വെയിൽ കൊണ്ടുക്കോ, മുഖം ഒന്ന് കരിവാളിച്ചാൽ ഇനി എന്താന്ന് വെയിൽ കൊണ്ടിനോ, എന്താ എന്താ ഭക്ഷണം ഇന്നത്തെ മാതിരി കഴിക്കാത്തത്, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ ബന്ധം മക്കളായിട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ, അവരെ മുഖം മാറിയാലും അവർക്കൊരു മന്ദിപ്പ് വന്നാലും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, നമുക്കത് നോക്കാൻ നേരില്ല. ഓൻ ഫോണുമായിട്ട് പോകും, നമ്മൾ ഫോണുമായിട്ട് ഒരു വലൈക്കും മുസ്സലാം കൊടുക്കും, നമ്മൾ വേറെ വൈക്കയക്കും. മക്കളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം അവരുമായിട്ട് ഫോണിൽ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ അവിടെ നിന്ന് തിന്മ ചെയ്താൽ ഇവിടെ വലിയ തിന്മ രൂപപ്പെടും. നമ്മൾ അവിടെ നിന്ന് വ്യഭിചരിച്ചാൽ നിങ്ങൾ പകരം നിങ്ങളുടെ വീടിന്റെ ചുമരെങ്കിലും വ്യഭിചരിക്കുന്ന ഇമാം ഷാഫി റഹിമഹുള്ള എഴുതിയ കവിതയിൽ പറഞ്ഞത്, വ്യഭിചാരം ഒരു കടമാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് ആരും അറിയാതെ വ്യഭിചരിച്ചാൽ നിങ്ങളെ മക്കൾ ഇവിടുന്ന് കടം വീട്ടുന്ന. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒരാളെയും നമ്മൾ അത്തരണത്തിൽ ഉപദ്രവിച്ചാൽ നമ്മുടെ മക്കൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്ന, മറ്റൊരാളാൽ ഉപദ്രവിക്കപ്പെടുന്ന കുട്ടികളായിട്ട് മാറും. നമ്മൾ എവിടെ നിന്ന് ആരറിയാതെ, പല ആളുകളുടെയും പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ഈമാന്റെ കുറവ് വരുന്നത് അവിടെ മാത്രമാണ്. പബ്ലിക്കിൽ, സമൂഹത്തിൽ, മഹല്ലിൽ, കുടുംബത്തിൽ നമ്മൾ ഓക്കെയാണ്, സമൂഹത്തിന് നമ്മൾ മുത്തക്കിയാണ്, ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പല തിന്മയും നുകർന്നവരായിട്ടായിരിക്കും നമ്മളൊക്കെ ഉണ്ടാവുക. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. നമ്മളുടെ ഇസ്തിഗ്ഫാറുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള ത്രാണിയും ഈമാനും കെൽപ്പും സാഹചര്യവും അള്ളാഹു നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അതിനുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ഉപ്പമാരുടെ മാതാപിതാക്കളായ വൃദ്ധരായ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തോടെ ഇനിയും ഈ പള്ളിയിൽ വന്ന് സജീവമാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഈ പള്ളി പുതിയൊരു പള്ളിയാണ്. പള്ളിയുടെ പ്രത്യേകത എന്താ? അള്ളാഹ് കൊണ്ടെടുക്കുക പള്ളി. നിങ്ങൾ ആരും ഇടപെട്ടിട്ടില്ലെങ്കിലും ലസ്തബുദിൽ കൗമൻ ഗൈറക്കുന്ന മറ്റൊരു കൗമിൻ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹിന്റെ സത്യപ്രബോധനം നടത്താനുള്ള സംരംഭങ്ങളെ അള്ളാഹു താങ്ങി നിർത്തുന്ന ഒരു പള്ളിയും പൂട്ടിപ്പോയിട്ടില്ല എവിടെയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പല സൂപ്പർ മാർക്കറ്റും പൂട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പള്ളി എവിടെയും പൂട്ടിപ്പോവാറില്ല. എങ്ങനെ? ആളുകൾ സഹായിക്കാതെയോ വരുമാനം കൊടുക്കാൻ കഴിയാതെയോ പൂട്ടാറില്ല. തമ്മാമിൽ അടി കഴിഞ്ഞിട്ടൊക്കെ പൂട്ടിയിട്ടുണ്ടാവും, അത് മറ്റുള്ള വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പള്ളിക്കും നമ്മളെ കൊണ്ട് എന്താണാകുക, ആരും ഏൽപ്പിച്ചോന്നല്ല കേട്ടോ, ഞാൻ പറയാണ്, എന്താണോ നമ്മളുടെ ഒരു ഹദിയയും ഈ പള്ളിയിലേക്ക് എത്തുന്ന വിധത്തിലുള്ള സജീവത നമ്മൾ ഉണ്ടാക്കുക. ഈ പള്ളി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മകൻ നന്നാവട്ടെ, ഈ പള്ളിയിൽ എത്തിക്കൊണ്ട് എൻ്റെ പെണ്ണിന്, എൻ്റെ ഭാര്യയ്ക്ക് ദീന് കിട്ടട്ടെ എന്നത് മുൻനിർത്തിയിട്ട് ഈ പള്ളിയെ അത്തരുണത്തിലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാം, ഹബീബ് സ്വലായി ഞങ്ങളൊക്കെ ഒരു മഹല്ലിലാണ് കൊല്ലത്ത്. അവിടെ ഇതുപോലൊരു പള്ളി വന്നിട്ടുണ്ട്. കുറച്ച് കടങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈനംദിന ചെലവുകൾക്കൊക്കെ റമദാനിൽ കിട്ടുന്ന കലശം കൊണ്ടാണ് നമ്മൾ കൊണ്ടിറക്കാറുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാസിം ഖാനെ ഒരു തുക ഏൽപ്പിക്കുക. ഇൻഷാ അള്ളാഹ് കാസിം ഖാൻ എടുത്ത് അത് ഹബീബ് വന്ന് കൈപ്പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങൾക്കും വേണ്ടിയിട്ട് ഈ പള്ളി ഉപയോഗപ്പെടുത്തുക. എല്ലാ ക്ലാസ്സുകൾക്കും നമ്മൾ എല്ലാവരെയും കൂട്ടിയിട്ട് വരിക. നമുക്കൊക്കെ ചിലപ്പോൾ ദീനുണ്ടാവും. ഈ മുന്നിലിരിക്കുന്ന സംവിധാനം ചെയ്യുന്ന സംഘാടകർക്കൊക്കെ ഇനി പ്രസംഗമൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മളൊരു ട്രാക്കിലായതാണ് എന്ന് വിചാരിച്ചിട്ട് ഇവൻ കുറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വരുമ്പം ഇടത്തും വലത്തും നമ്മൾ നോമ്പെടുക്കാൻ വിളിച്ച ആൾക്കാരെ വരെ നമ്മൾ കൂട്ടൂല ചിലപ്പോൾ. പക്ഷെ ഓല കൂട്ടണം. അതിനൊരു ലജ്ജയാണ് നമുക്ക്. ഭക്ഷണം കഴിച്ചവനോട് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിക്കുന്ന നമുക്ക് നിസ്കരിക്കാത്തവനോട് നിസ്കരിക്കാൻ വരുന്നതെന്ന് ചോദിക്കാൻ ഒരു മടിയാണ്. അവിടെ എന്തോ ഒരു ബന്ധം മുറിയോന്നൊരു പേടിയാണ്. നമ്മൾ കൂട്ടി വരണം. അവിടെ ഒരു ക്ലാസ് ഉണ്ട്, നമ്മളതല്ലേ ഓല് നമ്മളതല്ലാലോ എന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഒരൊറ്റ ക്ഷണം മതി. നിങ്ങൾ നാളത്തെ അസറിന്റെ ക്ലാസ്, ശനിയാഴ്ചത്തെ അസറിന്റെ ക്ലാസ് നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചിട്ട് ഞായറാഴ്ച നിങ്ങൾ മരിച്ചാലുണ്ടല്ലോ, ഈ മനുഷ്യൻ പറയും, ഇന്നലെ വരെ എന്നെ പള്ളിയിലേക്ക് ക്ഷണിച്ച ആളാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഗുഡ് സർട്ടിഫിക്കറ്റാണ്. ആരും അറിയാത്ത, ആരോടും അയാൾ പറയണ്ട, അയാൾ മനസ്സിൽ കരുതും എന്നെ പള്ളിയിലേക്ക് പലതവണ വിളിച്ച മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതൊരു വലിയ ക്രെഡിറ്റാണ്. അതുകൊണ്ട് ഈ പള്ളിയിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുക. ഇവിടെ ആളെ കൂട്ടിയിട്ട് ഇവിടെ ഒന്നും മലമറിക്കാനൊന്നല്ല. നമ്മുടെ കൈ കൊണ്ട് ഒരുത്തം പള്ളിയിലെത്തട്ടെ, നമ്മുടെ കൈ കൊണ്ട് ഒരുത്തം എനിക്ക് ദീന് കിട്ടട്ടെ. നമ്മൾ ആരും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത മോന് ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു ലോക്കൽ പ്രഭാഷകൻ തന്നെ പറയാം, ഒന്നും പഠിക്കാത്ത ഒരു ചെറിയ അഫ്വലുൽ മക്കാരം പറയുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ ഒരു ഡയലോഗോ ചിലപ്പോൾ മതിയാവും നമ്മളെ മോൻ്റെ കണ്ണ് നനയാൻ. നമ്മളെ മോൻ്റെ കണ്ണ്, നിങ്ങൾക്കറിയോ, ഈ ഹസനുൽ ബസരിയുടെ ചരിത്രം ഒരു ഖുതുബയിൽ പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, എന്നോട് ക്ഷമിക്കണം, എഫക്റ്റാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഹോട്ടലിൽ നിന്ന് കണ്ടുമുട്ടി. ഞാൻ ചോദിച്ചു, മോനെ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കല്ല, എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഫുള്ള് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഒരു ചെറുപ്പക്കാരാണെന്ന് എനിക്ക് തോന്നിയത്. ഓൻ പറയാണ്, ഉസ്താദേ, എൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ ഒരു ഡോറുണ്ട്, വേറൊരു കുടുംബത്തിൻ്റെ. എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്താണ് എൻ്റെ ഷൂറേക്കുള്ളത്. അവിടെ ഞങ്ങൾ ഷൂറേക്ക് വെക്കും. ആ ഫ്ലാറ്റുകാരൻ വന്നിട്ട് എന്നെ എന്നും ചീത്ത പറയും, അവിടെ ചെരുപ്പ് വെക്കരുത്, അവിടെ ചെരുപ്പ് വെക്കരുത്. അങ്ങനെ ഞാൻ ബിൽഡിംഗ് ഓണർക്ക് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പം ബിൽഡിംഗ് ഓണർ പറഞ്ഞു, നിങ്ങളെ ചെരുപ്പ് വെക്കേണ്ട സ്ഥലം തന്നെയാണ്, നിങ്ങൾ ആ ധൈര്യത്തിൽ വെച്ചോളിന്ന് പറഞ്ഞു.
അയാൾ പിന്നെയും വന്ന് വാതിലിനെ മുട്ടിട്ട് ചീത്ത പറയാൻ തുടങ്ങി. അപ്പൊ ഇവന് തോന്നി ഇവന്റെ ഷൂ മണത്തിട്ടോ അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ഇട്ടിട്ടോ ആയിരിക്കും, ഇവൻ നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിക്ക് വെക്കും അത്രേ. ബാംഗ്ലൂരിൽ BTM നടന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വെച്ചപ്പോൾ പിന്നെ ഇയാൾ വന്നിട്ട് പറഞ്ഞ പോലെ ശരിയാവില്ല, അവിടുന്ന് എടുത്ത് മാറ്റണം. അപ്പൊ ഇവൻ വീണ്ടും സംസാരിച്ചപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇയാൾക്ക് വാതിൽ തുറക്കുമ്പോൾ ചെരുപ്പ് കാണുക എന്നുള്ളത് ഒരു വിശ്വാസക്കേട്, ഒരു അന്ധവിശ്വാസമാണല്ലോ. അതിന് നമ്മൾ അങ്ങനെ മാറിക്കൊടുക്കണ്ട, അവനെ എടുത്ത് മാറ്റണം എന്നൊക്കെ വിചാരിച്ച ആളായിരുന്നു. അന്ധവിശ്വാസമാണെന്ന് കേട്ടപ്പോൾ ഓന്റെ മനസ്സിൽ എന്ത് കത്തിയോലോ, അങ്ങനെ നമ്മൾ മാറ്റണ്ട, ആ അന്ധവിശ്വാസത്തിന് ഞാൻ നിങ്ങൾക്ക് വൈദ്യരില്ല മറ്റു ഓൻ അവിടെ തന്നെ വെച്ചു. അന്ന് ആ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് അത്ര ഇവൻ BTM ഒരു ഹുതുബക്ക് വരുന്നത്. അന്ന് ഹസനുൽ ബസരിയുടെ ഈ ചരിത്രം കിട്ടും, നേരത്തെ പറഞ്ഞ ചാണകത്തിന്റെ ചരിത്രം. 20 കൊല്ലമായി ചാണകം അയൽവാസിയിൽ നിന്ന് വന്നിട്ട് അയൽവാസിയുമായിട്ടാ ഒലിക്കുന്നടാന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ ആല പൊളിക്കും, ചിലപ്പോൾ അയാൾ കന്നുകാലി വളർത്തൽ തന്നെ നിർത്തും. അല്ലേ, നമ്മളൊക്കെ കോഴിയൊക്കെ നിർത്തിയത് അങ്ങനെ, അയൽവാസിക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിക്കും നമ്മൾ നിർത്തും. ഇത് ഹസനുൽ ബസരി എന്താ ചെയ്തത്, അത് ഓനൊരു പ്രയാസം ഉണ്ടാക്കണ്ട, ഞമ്മക്ക് ഇതെടുത്ത് മാറ്റി അള്ള എന്തായാലും കൂലി തരുമല്ലോ എന്ന് വിചാരിച്ച് ഈ ചരിത്രം കേട്ടിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്ത്, ഈ മോൻ പറയാ, ഞാൻ ആ കുത്തുബ കേട്ടിട്ട് നേരെ ഫ്ലാറ്റിൽ വന്നിട്ട് ആ ഷൂറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കൊണ്ടുവച്ചു, ഞങ്ങൾക്ക് ഇനിയൊരു പ്രശ്നമില്ല. ഇപ്പോഴാണ് എനിക്ക് തീരുമാനമായത്. അതായത് നമ്മളുടെ സംസാരം എവിടെയാണ് എഫക്റ്റ് ചെയ്യാന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. വലിയ ആളുകൾക്ക് നിങ്ങളൊക്കെ കേട്ടതല്ലാത്തൊന്നും നമ്മളെ പൊതുവെ പറഞ്ഞു തരാനേ ഇല്ല. നമ്മളൊന്നും പലപ്പോഴും നിങ്ങൾക്ക് പറയേണ്ട ആൾക്കാരും അർഹതയുള്ളവരും ആയിരിക്കില്ല. പക്ഷെ നമ്മളെ കൊച്ചു മക്കൾക്ക്, നമ്മളുടെ പ്രിയപ്പെട്ട കെട്ടിക്കൊണ്ടുവന്ന ഭാര്യക്ക് ഏതെങ്കിലും നിലക്ക് നമ്മളെ പറ്റിയുള്ള ഒരു ദർജയെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയാൽ അത് നമ്മുടെ കുടുംബ സംവിധാനത്തിന് മാധുര്യം നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പണിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള മനസ്സ് നൽകുമാറാവട്ടെ. ഈ പള്ളിയുടെ പിന്നിൽ പ്രവർത്തിച്ച, ഈ പള്ളി ഇങ്ങനെ രൂപപ്പെടുത്തിയ, ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും സർവ്വമംഗളങ്ങളും അള്ളാഹു നൽകുമാറാവട്ടെ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായിട്ട് ഈ പള്ളിയെ അള്ളാഹു മാറ്റുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.